والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عبادي الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. اللهم صل وسلم وبارك وانعم على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. وأتموا الحج والعمرة لله فإن أحصرتم فما استيسر من الهدي ولا تحلقوا رؤوسكم حتى يبلغ الهدي محله فمن كان منكم مريضا أو به أذى من رأسه ففدية من صيام أو صدقة أو نسك فإذا أمنتم فمن تمتع بالعمرة إلى الحج فما استيسر من الهدي فمن لم يجد فصيام 3 أيام في الحج و7 إذا رجعتم تلك 10 كاملة ذلك لمن لم يكن أهله حاضر المسجد الحرام واتقوا الله واعلموا أن الله شديد العقاب. الحج أشهر معلومات فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج وما تفعلوا من خير يعلمه الله وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب. മന്യ വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാർ, പ്രവർത്തകന്മാർ, അതിഥികൾ, സഹോദര സഹോദരിമാർ, അല്ലാഹുവിന്റെ നിവേദക സംഘങ്ങളായ ഹാജിമാർ, ഹജ്ജുമ്മമാർ, ഞാനടക്കമുള്ള എല്ലാവരോടും ആദ്യമായി റബ്ബിനെ, അവന്റെ കഴിവിനെ, അവന്റെ കൽപ്പിനെ, അവന്റെ ശക്തിയെ, അവന്റെ ഖുദ്റത്തിനെ ശരിക്ക് ഗ്രഹിച്ച് ഉൾക്കൊണ്ട് മനസ്സിലാക്കി അവനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് ജീവിക്കാൻ ഓരോരുത്തരും സദാ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പുണ്യഭൂമിയിൽ താമസിക്കുന്ന കാലയളവിൽ ആ ഭൂമിയുടെ പവിത്രതയെ സംരക്ഷിച്ച് ജീവിക്കുവാനും ശ്രദ്ധിക്കുക. അപ്രകാരം കേൾക്കുന്ന ഉപദേശങ്ങൾ എന്നിട്ട് പകർത്തേണ്ട ഭാഗങ്ങൾ പകർത്താനും പാടുപെടുക. നമ്മിൽ നിന്നുള്ള പുരുഷന്മാർ നിർബന്ധമായും 5 വക്ത് നമസ്കാരം പള്ളിയിൽ വെച്ചിട്ട് തന്നെ നമസ്കരിക്കേണ്ടതുണ്ട് എന്ന ബോധത്തോടുകൂടി തന്നെ അത് നിർവഹിക്കാൻ വേണ്ടി പാടുപെടുക. നമ്മിൽ നിന്നുള്ള സ്ത്രീകൾ ഇസ്ലാമിക പർദ്ദയിൽ ചടഞ്ഞ് ഒതുങ്ങി അതൊക്കെ സദാസമയത്ത് തന്നെ പള്ളിയിലോ വീട്ടിലോ എവിടെയാണെങ്കിലും നമസ്കരിച്ച് അള്ളാഹുവിനോടുള്ളതായ കടപ്പാട് നിർവഹിക്കാൻ പാടുപെടുക. ഇതിനെല്ലാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, ഇവിടെ സ്ഥിരമായി നാം ദശവർഷങ്ങളായി ഈ സന്ദർഭത്തിൽ നടത്തുന്ന ഒരു ക്ലാസ് ആണ്, വേദിയാണ് ഇത്. എങ്കിലും സ്വാഗത പ്രാസംഗികൻ ഉണർത്തിയതുപോലെ ഒരു പ്രത്യേക വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടുള്ളതായ പകുതി ദിവസ മലയാളം തന്നെ പറയാൻ പരിശ്രമിക്കാണ് സാധിക്കുന്നില്ല. ഞാൻ ഇത് പരസ്യം വായിച്ചപ്പോൾ ആ ഇവിടെയൊക്കെ എല്ലാം ഇംഗ്ലീഷാണ് കണ്ടത്, അതിലൊന്നും മലയാളം കണ്ടില്ല. പകുതി ദിവസം നടത്തുന്നതായ ഒരുമിച്ചുകൂടൽ, ആ ഒരുമിച്ചുകൂടലാണ് ഇപ്പോൾ
നാം ഈ മനുഷ്യന്റെ സംസാരത്തിലൂടെ ആരംഭിക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ അനൗൺസ് നടന്നത്. എങ്കിലും റസൂല് ചില റിപ്പോർട്ടുകളിൽ കാണും പോലെ നീണ്ട സമയത്ത് സുജൂദ് ചെയ്ത് ശുക്ർ എന്ന് പിൻകാലഘട്ടത്തിൽ പേര് വെക്കപ്പെട്ട് പള്ളി നിർമ്മിക്കപ്പെട്ട, അല്ലെങ്കിൽ സജദ എന്ന പേര് നൽകപ്പെട്ട് പള്ളി നിർമ്മിക്കപ്പെട്ട, അതിനും പിൻകാലഘട്ടങ്ങളിൽ അബൂദർ പള്ളി എന്ന നാമത്തിലൂടെ പ്രശസ്തിയാർജിച്ച ഈ മഹാസ്ഥലത്ത് വെച്ചുകൊണ്ട് മലയാളികൾക്ക് ഇങ്ങനെയുള്ളൊരു ഒരുമിച്ചുകൂടൽ നടത്താൻ സാധിക്കുക എന്നത് അസാധാരണ ഭാഗ്യമാണ്. അള്ളാഹു അതിന് നമ്മളാൽ സാധിക്കുന്ന രൂപത്തിൽ നന്ദി പ്രകടിപ്പിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദര സഹോദരിമാരെ, യഥാർത്ഥത്തിൽ ഹജ്ജ് എന്നത്, ആ പദം തന്നെ കുറിക്കുന്നത് ഇന്ന് മക്ക ഇമാം മദീന ഇമാം രണ്ടുപേരും ഉണർത്തിയതുപോലെ ആ പദം തന്നെ കുറിക്കുന്നത് യഥാർത്ഥത്തിൽ നാം നമ്മുടെ ശിർട്ടാവുമായുള്ളതായ ശക്തിയുള്ള ബന്ധം, ആ ബന്ധത്തിന് അനിവാര്യമായ മാധ്യമങ്ങൾ കണ്ടെത്തുക എന്നതാണ്. നമസ്കാരത്തെക്കുറിച്ച് നാം പറയാറുണ്ട്, അസ്സലാ സിലത്തും ബൈനൽ അബ്ദി വ റബ്ബിഹി. നമസ്കാരം അടിമയും യജമാനനുമായി, അള്ളാഹുവും ശിട്ടികളുമായുള്ളതായ സിലയാണ്, വയറാണ്, ബന്ധപ്പെടാനുള്ളതായ മാധ്യമമാണ്. എന്നതുപോലെ ഹജ്ജ് എന്ന പദം തന്നെ കുറിക്കുന്നത് അത് റബ്ബിനെ കരുതി പോകുന്ന പോക്കിനാണ്, റബ്ബിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുന്ന യാത്രയ്ക്കാണ്. യാത്ര പലതുമുണ്ട്. ബഹുഭൂരിഭാഗം യാത്രകൾ നാം നടത്താറുള്ളത് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയോ മറ്റോ ആയിരിക്കും. ഇത് റബ്ബിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുന്നതായ, റബ്ബിനെ കരുതി പോകുന്നതായ പോക്കാണ്. അതുകൊണ്ട് തന്നെ ആ പോക്കിൽ വിളിച്ച ആൾക്ക് മറുപടിയാണ് ആദ്യം പറയുന്നത്. ലബ്ബൈക്, ഇതാ നിന്റെ വിളിക്ക് ഞാൻ മറുപടി നൽകി. അത് പറഞ്ഞിട്ടാ പ്രവേശിക്കുന്നത്. കാരണം വിളിച്ച വിളിക്ക് മറുപടിയാണ്. ആ വിളിച്ച ആ മഹാശക്തിയിലേക്ക്, ശക്തനിലേക്ക്, അവന്റെ നന്മയിലേക്ക്, അവൻ നമുക്ക് ഒരുക്കി വെച്ചതായ ആ വിശാലമായ സ്വർഗ്ഗലോകത്തിലേക്ക് ചെല്ലാനാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുന്ന വഴിയിൽ വെച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ഫഅജ്റുഹു അലല്ലാഹ്, അല്ലാഹു ഏറ്റെടുത്തു അവന്റെ പ്രതിഫലം. കാരണം അവൻ അള്ളാന്റെ അതിഥിയാണ്. അള്ളാന്റെ അതിഥിയാകുമ്പോൾ ومن يخرج من بيته مهاجرا إلى الله ثم يدركه الموت فقد وقع أجره على الله. അള്ളാഹുവിലേക്ക് ഒരാൾ പുറപ്പെട്ട് കഴിഞ്ഞാൽ അതിനുശേഷം വഴി മധ്യ വെച്ചിട്ട് അവന് മരണം പിടികൂടുകയാണെങ്കിൽ അവന്റെ പ്രതിഫലം ഞാൻ ഏറ്റെടുത്തു. അള്ളാഹു ഏറ്റെടുത്തവന്റെ പ്രതിഫലം. അങ്ങനെയുള്ളൊരു മഹായാത്രയാണ് ഒരു തീർത്ഥാടന എന്ന് പറയുമ്പോൾ. അത് ആ പദം ഉൾക്കൊള്ളുന്നതായ ഗാംഭീര്യത ആ മലയാളത്തിൽ പറയുമ്പോൾ ഉണ്ടാകുമോ എന്ന് സംശയിച്ചു പോകുന്നു. അത്രയും മഹാ അർത്ഥം ഉൾക്കൊള്ളുന്നതായ ഒരു യാത്രയാണ് ഹജ്ജ് യാത്ര എന്ന് പറഞ്ഞാൽ. ഒരു സഹാബി റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ സാന്നിധ്യത്തിൽ വെച്ചിട്ട് അറഫയിൽ അദ്ദേഹം കയറിയതായ വാഹനം എറിയുന്നു, അഥവാ ആക്സിഡന്റ് ആകുന്നു, നിലം പതിക്കുന്നു. റസൂലുള്ളാഹിന്റെ ഭാഗത്തു നിന്നിട്ട് നിയമം വരുന്നു, അദ്ദേഹത്തിനെ കുളിപ്പിക്കട്ടെ, കഫൻ ചെയ്യട്ടെ, കാഫൂർ ഉപയോഗിക്കരുത്, വാസന ദ്രവ്യം പൂശരുത്, തല മറക്കാതെ വാസന ദ്രവ്യം പൂശാതെ ഇഹ്റാമിന്റെ വസ്ത്രത്തോടുകൂടി അദ്ദേഹത്തെ കഫൻ ചെയ്ത് ഖബറടക്കണം. എന്തുകൊണ്ട്? ഇന്നഹു യുബഅസു മുലബ്ബിയ. അദ്ദേഹം തുടങ്ങി വെച്ചതായ ആ മറുപടി നൽകി എന്ന് പറഞ്ഞതായ ആ പദം പറഞ്ഞുകൊണ്ടേ റബ്ബിന്റെ സാന്നിധ്യത്തിലേക്ക് പരലോകത്തിൽ അദ്ദേഹം ഹാജരാകുമെന്ന് ജീവിതത്തിൽ കളവ് പറയാത്ത നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. മഹാഭാഗ്യം. അപ്പോൾ തീർത്ഥാടനം, ഈ ഹജ്ജ് യാത്ര എന്നൊക്കെ പറഞ്ഞാൽ അതൊരു സാധാരണ യാത്രയോട് തുല്യപ്പെടുത്തേണ്ടതല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നാൽ സമ്പാദിച്ചു പോകണമെന്ന കൽപ്പന ഞാൻ ഒതിവെച്ച ആയത്തിൽ നിങ്ങൾ കേട്ടു. സമ്പാദിച്ചിട്ടേ പോകാവൂ എന്ന നിർബന്ധം. തസവ്വദു, ദാതുണ്ടാക്കണം. എന്തിലേക്കുള്ള ദാത്? നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഈത്തപ്പഴമോ, നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതായ ദാതോ, അല്ലെങ്കിൽ ലോകത്തിലുണ്ടാക്കുന്ന എല്ലാ ഫാക്ടറികൾ നിർമ്മിക്കുന്ന സാധനത്തിന്റെ ഫസ്റ്റ് ക്വാളിറ്റി ഇവിടെ കിട്ടും. നാം ഉപയോഗിക്കുന്ന ചായയുടെ ഫസ്റ്റ് ക്വാളിറ്റി ഇവിടെയാ കുടിക്കുക.
നാമല്ല, നമ്മുടെ നാട്ടിലുണ്ടാകുന്ന അല്ലെ, അങ്ങനെയുള്ളതായ സമ്പാദ്യമാണോ? അല്ല. അള്ളാഹ് അവിടെ തന്നെ പറഞ്ഞു, എവിടെയും കിട്ടാത്ത ഇവിടെ മാത്രം കിട്ടുന്നത്. ചോദിക്കപ്പെട്ടു, ഇവിടെ എന്തിനാണ് 1000-ൽ പരം, എന്തിനാണ് 1,00,000-ൽ പരം? അതെ, അള്ളാഹുവിന്റെ അതിഥികൾക്ക് അള്ളാഹ് തയ്യാർ ചെയ്തു വെച്ചതാണ്. അള്ളാഹുവിന്റെ അതിഥികൾ ലോകത്തിൽ അള്ളാഹ് ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്നതായ സ്ഥലമാണിത്. അപ്പോൾ അവിടെ അവർക്ക് സാധാരണ വിരുന്നൂട്ടിയാൽ പോരാ. നമുക്കറിയാം, നമ്മുടെ പതിവനുസരിച്ചിട്ട് തന്നെ സാധാരണക്കാർക്കുള്ള സൽക്കാരമല്ല, അല്പം സ്റ്റാൻഡേർഡ് കൂടിയവൻ. അതിലും അല്പം സ്റ്റാൻഡേർഡ് കൂടുമ്പോൾ സദ്യയുടെ ഇനങ്ങൾ വർദ്ധിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ ഇവിടെയെല്ലാം കാണാൻ നിറഞ്ഞ ഏറ്റവും പക്വതയും പാകതയും ഉള്ളതായ 1 നമ്പർ ആടിനെ മുഴുവൻ പുഴുങ്ങിയിട്ട് അതിൻ്റെ അകത്ത് വേണ്ടതെല്ലാം ചേർത്തിട്ട് വളരെ ഭംഗിയോടുകൂടി പാകോയോട് പാകം ചെയ്തുകൊണ്ടാണ് മന്ത്രിമാരുടെ അല്ലെങ്കിൽ നേതാക്കളുടെ മുമ്പിലേക്ക് ഇവിടെ സമർപ്പിക്കപ്പെടാറുള്ളത്. അത് എന്നതുപോലെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം അള്ളാഹുവിന്റെ അതിഥികൾ വരുന്ന നാട്ടിലേക്ക്, അള്ളാഹുവിന്റെ അതിഥികൾ വരുന്ന വേളയിൽ അവർക്ക് നാട്ടിൽ കിട്ടുന്നത് പോലെ 1-ന് 10 കിട്ടിയാൽ പോരാ. നാട്ടിൽ കിട്ടുന്നത് പോലെ 1-ന് 10 കിട്ടിയാൽ പോരാ. അവർക്ക് എന്ത് വേണം? 1-ന് അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹം ചൊരിയണം. അതുകൊണ്ട് ആ അറ്റം പറയാതെയാണ് വിട്ടുകളഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ്? മക്കയിൽ നമസ്കരിച്ചാൽ, മസ്ജിദുൽ ഹറാമിൽ നമസ്കരിച്ചാൽ 1,00,000-ൽ പരം എന്ന് പറഞ്ഞാൽ അറ്റമില്ല, പരം. കോടിയാവാം, കോടിയാവാം. ഇവിടെയാകുമ്പോൾ 1000-ൽ പരം, 1000 എന്നല്ല, പരം. എത്രയാണ്? നമസ്കരിക്കുന്നവന്റെ ആത്മാർത്ഥത അനുസരിച്ചിട്ട് 1,00,000 അതിൽ കൂടുതലാവാം. അങ്ങനെ അറ്റമില്ലാത്ത അനുഗ്രഹങ്ങൾ, വിശാലമായ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കാൻ വേണ്ടി റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാർക്ക് വേണ്ടി തയ്യാർ ചെയ്തതായ ആ മഹാ അന്തരീക്ഷത്തിലേക്ക്, സുന്ദരമായ അന്തരീക്ഷത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറം എന്ന നാമകരണം ചെയ്തുകൊണ്ട് ആ 4000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഈ അന്തരീക്ഷത്തെ അഥവാ മക്കയെ ഹറമാക്കി മാറ്റി അവർ നിർണയിച്ചതായ അതേ സ്ഥലമാണ്. ഇന്നും അവിടെ അമുസ്ലിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയപ്പെടുന്നതായ ആ ഭാഗം പണ്ട് 4000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നിർണയിച്ചതാണ്, മുഹമ്മദ് നബി നിർണയിച്ചതല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ മുഹമ്മദ് നബി ഇവിടെ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി ഈ വിശുദ്ധ ഭൂമിയിലേക്ക് മദീനയിലേക്ക് വന്നപ്പോൾ പറഞ്ഞ പദമാണ് എന്ത്? ഖലീലുല്ലാഹി ഇബ്രാഹിം അള്ളാഹിന്റെ ഓർഡർ അനുസരിച്ചിട്ട് മക്കയെ ഹറമാക്കിയതുപോലെ ഞാനിതാ മദീനയെ ഹറമാക്കി പ്രഖ്യാപിക്കുന്നു. ഇവിടെ വീണ് കിട്ടിയ സാധനങ്ങൾ തൊടാൻ പാടുള്ളതല്ല, ഇവിടെ ആരെയും ആക്രമിക്കാൻ പാടുള്ളതല്ല, ഇവിടെ പറവകൾക്ക് വരെ ഇവിടെ സുരക്ഷിതത്വം, ഇവിടെയുള്ള പറവകളെ വേട്ടയാടാൻ പാടുള്ളതല്ല, ഇവിടെയുള്ളതായ കൃഷികളെ നശിപ്പിക്കാൻ പാടുള്ളതല്ല, ഇവിടെ ജീവിക്കുന്ന വേളയിൽ അക്രമം അനീതി പാടുള്ളതല്ല, ഇവിടെ ജീവിക്കുന്ന വേളയിൽ ഈ ദീനിൽ ഇറങ്ങാത്തതായ ബിദ്അത്തുകൾ, അനാചാരങ്ങൾ, ബിദ്അത്തുകൾ, ഈ ദീനിലില്ലാത്ത കാര്യങ്ങൾ ദീനിന്റെ പേരിൽ ഇവിടെ ചെയ്യപ്പെടാൻ പാടുള്ളതല്ല. അങ്ങനെയുള്ള പ്രത്യേകത മക്കയ്ക്ക് റബ്ബുൽ ഇസ്സത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ നാവിലൂടെ അവരുടെ പ്രവർത്തനത്തിലൂടെയാണ് നൽകിയത്. അങ്ങനെയുള്ള നാട്ടിലേക്കാണ് ഈ വിശുദ്ധ തീർത്ഥാടകനായ ആജിയാര് വരുന്നത്. ആജിയാര് വരുന്ന വേളയിൽ വരാൻ തീരുമാനിക്കുമ്പോൾ തന്നെ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് റസൂലുള്ളാഹിന്റെ നാവിലൂടെ വരുന്നതായ കൽപ്പന, നിങ്ങൾ എന്ത് വേണം? നിങ്ങളെ ക്ഷണിച്ചതായ ആ മഹാശക്തനായ റബ്ബിനോട് മറുപടി നൽകിയും കൊണ്ടാണ് വരുന്നത് എന്നത് നിങ്ങളുടെ പ്രവർത്തനം കുറിക്കും പോലെ, നിങ്ങളുടെ വിസ കുറിക്കും പോലെ, നിങ്ങളുടെ പാസ്പോർട്ട് കുറിക്കും പോലെ, നിങ്ങളുടെ പ്ലെയിൻ കുറിക്കും പോലെ, നിങ്ങളുടെ യാത്ര കുറിക്കും പോലെ നിങ്ങളുടെ തൊള്ളയിൽ നിന്ന് വരുന്നതായ പദവും കുറിക്കണം. നിങ്ങൾ എന്ത് പറയണം? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക. നിനക്ക് മാത്രം മറുപടി നൽകിയിട്ടാണ് ഞങ്ങളുടെ ഈ വരവേൽപ്പ്. ഭൗതിക നേട്ടങ്ങളോ ഭൗതിക സമ്പാദ്യങ്ങളോ ലോകമാന്യമോ ഒന്നും തന്നെ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. നീ മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. നീ വിളിച്ചത് കൊണ്ട് നിന്റെ വിളിയെ മാത്രം ഉത്തരം ചെയ്തുകൊണ്ട് ഞങ്ങൾ വരുമ്പോൾ നിന്നോട് ഞങ്ങൾക്ക് ആദ്യമായിട്ട് സമ്മതിക്കാനുള്ളത് നിന്റെ കൂടെ ആരാധനയിൽ പങ്കുചേർക്കാൻ പാടുള്ളതല്ല. ആരെയും പങ്കുചേർക്കുകയുമില്ല. ഞങ്ങൾ നിനക്ക് പങ്കുകാരില്ലേ? ഇല്ല റബ്ബേ. കൂട്ടുകാരില്ലേ? ഇല്ല റബ്ബേ.
അതുകൊണ്ട് നിനക്ക് തൗഹീദിന്റെ മജ്ജിയാകുന്ന നിന്നോട് മാത്രം പ്രാർത്ഥന, നിനക്ക് മാത്രം ആരാധന എന്ന ആ തത്വം സ്ഥാപിച്ചുകൊണ്ട്, സമ്മതിച്ചുകൊണ്ട്, സ്ഥിരീകരിച്ചുകൊണ്ട്, സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് നിന്നിലേക്ക് ഞങ്ങൾ മറുപടി നൽകിയും കൊണ്ടുവരുന്നത്. ലബ്ബൈക് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. ഇനി ഈ അനുഗ്രഹങ്ങളെ കുറിച്ച്, നീ എനിക്ക് വേണ്ടി ഒരുക്കി തന്ന അനുഗ്രഹങ്ങൾ, എന്നെ ഇവിടെ കൊണ്ടുവന്നതായ വരവേൽപ്പ്, എനിക്ക് അതിനു വേണ്ടി ചെയ്തതായ ചുറ്റുപാട്, ആ അന്തരീക്ഷം, അതിനു വേണ്ടിയുള്ളതായ എല്ലാ ആവശ്യമുള്ള മാധ്യമങ്ങൾ, ഇതെല്ലാം യഥാർത്ഥത്തിൽ എനിക്കത് കയ്യില്ല, ആർക്കും കയ്യില്ല. ഒരു ശക്തി വിചാരിച്ചാൽ ലോകത്ത് ചെയ്യാൻ സാധിക്കുന്നതുമല്ല. കാരണം ഇതിന്റെ പിന്നിലെല്ലാം വർക്ക് ചെയ്തത് നിന്റെ അനുഗ്രഹം മാത്രമാണ്. അതുകൊണ്ട് ഇന്നൽ ഹംദ, സർവ്വ സ്തുതികീർത്തനങ്ങൾ, വന്നിഅമത, സർവ്വ അനുഗ്രഹങ്ങൾ, ലക വൽ മുൽക, അതിന്റെ ഉടമ നീ തന്നെയാണ്. അതുകൊണ്ട് എല്ലാ രാജ്യത്വം, എല്ലാ ആധിപത്യവും നിന്റെ കയ്യിൽ മാത്രമാണ്. പിന്നെ നിന്നോടല്ലാതെ എങ്ങനെ ഞാൻ ചോദിക്കും? നിനക്ക് വേണ്ടിയല്ലാതെ എങ്ങനെ ഞാൻ ജീവിക്കും? നിന്റെ കൽപ്പനയില്ലാതെ എങ്ങനെ ഞാൻ അനുസരിക്കും? നിന്റെ വീട്ടിലേക്ക് വന്നു പോകുമ്പോൾ ഈ തത്വം ഉൾക്കൊള്ളാതെ ഞാൻ എങ്ങനെ പോകും? അതുകൊണ്ട് ഇത് ഞാൻ സമ്മതിച്ചു റബ്ബേ ലാ ശരീക ലക. വീണ്ടും മടക്കി പറയുന്നു, നിന്റെ കൂടെ ഇതിൽ കൂട്ടുകാരില്ലേ ഇല്ല. ഇതാണ് ആജിയാര് ഹജ്ജ് നിർവഹിക്കാൻ തീരുമാനിച്ചുകൊണ്ട് പുണ്യഭൂമിയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് തൊള്ളയിലൂടെ പറയാൻ വേണ്ടി റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു സെലക്ട് ചെയ്തതായ പദം കുറിക്കുന്നത്. അങ്ങനെയുള്ള പദം പറയുന്ന വ്യക്തി ഈ പറയുന്ന പദത്തിന്റെ പിന്നിൽ ഇത്രയും ഗാംഭീര്യത ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കാബയിലേക്ക് വന്ന്, പിന്നെ മദീനയിലേക്ക് വന്ന്, പിന്നെ അറഫയിൽ, മിനയിൽ, മുസ്ദലിഫയിൽ അപ്രകാരം അല്ലാഹുവിന്റെ ചിഹ്നങ്ങളിൽ കറങ്ങുന്ന വേളയിൽ പിന്നെ തോന്നിവാസം ചെയ്യുമോ? ഈ പറയുന്ന വാക്കിന് വിപരീതം ചെയ്യുമോ? ഈ പറയുന്ന തൗഹീദിന് വിപരീതമായ ശിർക്ക് ഉൾക്കൊള്ളുന്നതായ മൗലൂദുകളോ റാത്തീബുകളോ ഷിയാക്കൾ ഉണ്ടാക്കിയതായ തോന്നിവാസങ്ങളോ പാടിപ്പേറി നടന്ന് ഈ വിശുദ്ധ അന്തരീക്ഷമാകുന്ന മലക്കുകൾ ഇറങ്ങുന്നതായ അറഫയിൽ അള്ളാഹ് തന്നെ അഭിമാനം പറയുന്നതായ, അള്ളാഹ് തന്നെ അടുക്കുന്നതായ, അവന്റെ ദാത്തിനോട് അളമത്തിനോട് യോജിക്കുന്ന രൂപത്തിൽ അടുക്കുന്നതായ ഭൂമിയിൽ വെച്ചിട്ട് ശിർക്ക് ചെയ്യുമോ? ചെയ്യാൻ കരുത്തുള്ള ഒരു വ്യക്തി പിന്നെ അവന് സ്വർഗത്തിന് പറ്റുമോ? ഈമാനോടുകൂടി മരിക്കാൻ അവന് സാധിക്കുമോ? പരലോകത്തിൽ അള്ളാഹുവിനെ കാണാൻ, നല്ല കാഴ്ച കാണാൻ അവന് സാധിക്കുമോ? ഇല്ല. ഇത്തരം കാര്യങ്ങൾ ഗൗരവത്തോടു കൂടി ഗൗനിക്കാൻ വേണ്ടി തന്നെയാണ് അവനെ കൊണ്ട് അത് പറയിപ്പിച്ചത്. എടാ, നീ പറഞ്ഞത് എന്താണെന്ന് ഓർക്കണം. നീ ചെയ്ത അഗ്രിമെന്റ്, നീ നടത്തിയതായ വാഗ്ദാനം, നീ കുറിച്ചതായ കുറിപ്പ് എന്താണ് പറഞ്ഞത്? നിന്നോടല്ലാതെ, എന്നോടല്ലാതെ, അള്ളാഹുവിനോടല്ലാതെ ഇനി പ്രാർത്ഥനയില്ല, അള്ളാഹുവിനല്ലാതെ ആരാധനയില്ല എന്നതാണ്. അതുകൊണ്ട് പിന്നെ നീ ഈ ആരംഭിക്കുന്ന ഹജ്ജിലൂടെ ചിന്തിക്കണം, ഇത് അള്ളാഹ്ക്ക് മാത്രം വരുന്നു കൽപ്പന. മദീനയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലൂടെ ആയത്തിറക്കുന്നു, ഫതിമ്മുൽ ഹജ്ജ. അതുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ തീരുമാനിക്കുന്നവരെ, നിങ്ങൾ ഹജ്ജിന് വേണ്ടി പുണ്യഭൂമിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് പൂർത്തിയാക്കി ചെയ്യണം. വൽ ഉംറത, ഉംറയെയും പൂർത്തിയാക്കി ചെയ്യണം. ആർക്ക് വേണ്ടി? നിങ്ങൾ തൽബിയത്തിൽ പറഞ്ഞ റബ്ബിന് വേണ്ടി മാത്രം. മറ്റൊരു ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. ഹജ്ജത്തുൽ ലാ റിയാഅ ഫീഹി വലാ സുംഅ. ജീവിതത്തിൽ കളവ് പറയാത്ത നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി വളരെ വില കുറഞ്ഞ 4 ദിർഹം മാത്രം വിലയുള്ള സീറ്റിന്റെ മീതെ മദീനയിലുള്ള ദുൽഹുലൈഫയിൽ നിന്നിട്ട് ബൈദായിൽ കയറിയിരുന്നു കൊണ്ട് തൽബിയത്ത് ചെല്ലുമ്പോൾ പറയുന്ന പദമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, ഹദീസ് ഹസനാക്കിയിട്ടുണ്ട് പണ്ഡിതന്മാർ. ഹജ്ജത്തുൽ ലാ റിയാഅ ഫീഹി വലാ സുംഅ. ലോകമാന്യമില്ലാത്ത ആത്മാർത്ഥതയുടെ മജ്ജ ഉൾക്കൊള്ളുന്ന, തൗഹീദ് ഉൾക്കൊള്ളുന്ന ഹജ്ജാണ് ഈ ആരംഭിക്കുന്നത്. ഇവിടെ ഗച്ചപ്പോ ഗാംഭീര്യതയോ അഹങ്കാരമോ ഒന്നും തന്നെ ഇതിലില്ല. അതെ, അങ്ങനെ വഅതിമ്മു എന്ന പദം കൊണ്ട് ഉപയോഗിക്കുന്നതായ ആ പരിപൂർണത ആചാര്യ എന്തുണർത്തുന്നു? ഇപ്പോൾ എങ്ങനെയെങ്കിലും ആവാം, അടുത്ത കൊല്ലം നന്നാക്കി ചെയ്യാം എന്ന വഴി പൈശാചിക വഴി വരും. അത് ശ്രദ്ധിക്കണം. പൈശാചിക വഴി വരും. കാറ്റുണ്ടല്ലോ, ആരോഗ്യമുണ്ടല്ലോ, ഇനിയും വരാമല്ലോ ഹജ്ജിന്. ഇപ്പോഴൊക്കെ പണ്ടത്തെ പോലെ അല്ലല്ലോ, പെട്ടെന്നൊക്കെ പാസ്സായി കിട്ടും. ഇനി ഗവൺമെന്റ് നിലയിൽ പാസ്സായി കിട്ടിയില്ലെങ്കിൽ മറ്റ് വേറെന്തെങ്കിലും ഹമലാത്തുകളുടെ കൂടെ വരാമല്ലോ എന്നൊക്കെ പൈശാചിക വഴി വരും. എപ്പോൾ? ഹജ്ജിന് വേണ്ടി ഒരുങ്ങുന്ന വേളയിൽ. അപ്പോൾ
ഉടനെ തന്നെ വാതിൽ പൂട്ടണം. ഇത് പൈശാചിക വഹിയാണ്, ഞാൻ അങ്ങനെ കാട്ടൂല. ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ മക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചു, ഹറമിലേക്ക് എത്താൻ തീരുമാനിച്ചു, ഹജ്ജ് ചെയ്യാൻ തീരുമാനിച്ചു. ആ തീരുമാനിച്ച ശേഷം ഇനി ഞാൻ പരിശോധിക്കുന്നത് റസൂലുള്ള കൽപ്പിച്ചതുപോലെ സല്ലഫുസ് സാലിഹീങ്ങൾ പഠിപ്പിച്ചതുപോലെ ഹജ്ജിന് പോകുമ്പോൾ റസൂലുള്ളാഹിന്റെ കൂടെ നല്ലവരുണ്ടായിരുന്നു. നല്ലവരായ സഹാബാക്കളോട് കൂടി നല്ലവരിൽ നല്ലരായ നേതൃത്വം അഥവാ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി ഉണ്ടായിരുന്നു. അപ്പോൾ ഹജ്ജിന് വേണ്ടി ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നല്ലവരെ കൂട്ടായി തെരഞ്ഞെടുക്കണം. അങ്ങനെ നല്ലവരെ കൂട്ടായി തെരഞ്ഞെടുത്ത് ഹജ്ജിന് വേണ്ടി പുറപ്പെടാൻ തീരുമാനിക്കുമ്പോൾ ഞാൻ റബ്ബുമായുള്ള ബന്ധങ്ങളിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വെടക്ക് പട്ടികകളാണ് എന്റെ പട്ടികകൾ, എന്റെ ഫയലുകൾ എനിക്ക് തന്നെ മറച്ചു നോക്കാൻ പറ്റാത്തതാണ്. എത്രയോ തട്ടിപ്പ്, എത്രയോ വെട്ടിപ്പ്, എത്രയോ അശ്ലീലം കാണൽ, എത്രയോ കാശ് വെച്ച് കളിക്കൽ, എത്രയോ കാശ് വെക്കാതെ കളിക്കൽ, എത്രയോ ടൈം വേസ്റ്റാക്കൽ, എത്രയോ വ്യഭിചരിക്കൽ, എത്രയോ കുടി ഇടി പിടി പോലത്തെ അനാചാരങ്ങൾ ചെയ്യൽ, ഇതെല്ലാം കാട്ടിക്കൂട്ടി എന്നെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും ഞാൻ കാപം കാണും, എങ്ങനെയും ഞാൻ റബ്ബിനോട് കിണപേക്ഷിക്കും, എങ്ങനെയും ഞാൻ ഹജ്ജിന് പോയിട്ട് റബ്ബിനോട് ഈ മുഖം കാണിച്ച് സംസാരിക്കും എന്ന തോന്നൽ, എന്ന വീഴ്ചബോധം വരുമ്പോൾ അതിൽ നിന്നിട്ട് മുക്തനാവാൻ വേണ്ടി പശ്ചാത്താപം ആത്മാർത്ഥതയോടി കൂടി ഹൃദയം തൊട്ട് ഹൃദയം വേദനിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബേ ഞാനിതാ നിന്നോട് പാശ്ചാത്തപിച്ചു, റബ്ബേ ഞാനിതാ ഖേദിച്ചു, റബ്ബേ ഞാനിതാ തൗബ ചെയ്തു, ഇനിമേലിൽ ഇത്തരം പാപങ്ങളിലേക്ക്, കുറ്റങ്ങളിലേക്ക്, ദോഷങ്ങളിലേക്ക് ഈ ഹജ്ജിന് വേണ്ടി ഭാഗ്യം നൽകിയതായതിന്റെ മുമ്പിൽ ഞാൻ ചെയ്യുകയില്ല, ഈ ഹജ്ജിന് വേണ്ടി ശാസ്ത്രീയതായതിന്റെ മുമ്പിൽ ഞാൻ ചെയ്യുകയില്ല. നീ എന്ന പുണ്യഭൂമിയിലേക്ക് കൊണ്ടുവന്നില്ലേ, നീ എനിക്ക് കോടിക്കണക്കിന് മുസ്ലിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതായ ഈ നന്മകൾ ചെയ്യാനുള്ള ആ കവാടങ്ങൾ നീ തുറന്നു തന്നില്ലേ, ഇനി തെറ്റ് ചെയ്യുന്ന പ്രശ്നം തന്നെ ഇല്ല റബ്ബേ എന്ന് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് ശർത്തത്ത നിബന്ധനോത്ത പശ്ചാത്താപം ജാരി ചെയ്യട്ടെ. അതിനുശേഷം അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർണയിച്ചതായ മീഖാത്തുകൾ സൗദി അറേബ്യ എന്ന് ഇന്ന് പറയപ്പെടുന്നതായ ആ അൽ ജസീറ എന്ന നാട്ടിന്റെ മിക്ക ഭാഗങ്ങളിലും എല്ലാ ഭാഗങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർണയിച്ചിട്ടുണ്ട്. എന്ത് മീഖാത്ത്? ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം കപ്പലിലൂടെ ഹജ്ജിന് വരുന്ന കാലഘട്ടത്തിൽ പണ്ട് പുസ്തകങ്ങൾ എല്ലാം വിട്ടുകിടക്കുമ്പോൾ അവര് തൽബിയത്ത് ചെല്ലണമെന്നായിരുന്നു. എങ്കിലും ഇന്നത്തെ യുഗത്തിൽ ഇന്ത്യക്കാർ വിട്ടുകിടക്കുന്നത് റിയാദുകാരുടെ അതേ മീഖാത്താകുന്ന സൈലുൽ കബീർ എന്ന തായിഫിന്റെ മീതെ കൂടിയിട്ടാണ്. അതുകൊണ്ട് അവര് എന്ത് വേണം, പ്ലെയിനിൽ കയറി കഴിഞ്ഞാൽ തന്നെ ഇന്ത്യയിൽ നിന്നിട്ട് വരുമ്പോൾ അഥവാ മക്കയിലേക്കാണ് പോകുന്നതെങ്കിൽ പ്ലെയിനിൽ കയറിയ ഉടനെ തന്നെ മീഖാത്ത് എത്തിയോ ഇല്ലേ എന്ന് അറിയുമെന്ന് പേടിയുണ്ടെങ്കിൽ പ്ലെയിനിൽ കയറിയ ഉടനെ തന്നെ അല്പം മുമ്പായാൽ വിരോധമില്ല, അവർ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുക, എന്നിട്ട് അവര് തൽബിയത്ത് ചെല്ലുക. നിങ്ങളെപ്പോലെ ഞാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളെ കൂട്ടത്തിൽ നിന്നിട്ട് എനിക്കറിയാം ഈ സദസ്സിൽ എന്തുണ്ട്, നേരിട്ട് മദീനയിലേക്ക് വന്നവരുണ്ട്, നേരിട്ട് മദീനയിലേക്ക് വന്നവരോ അല്ലെങ്കിൽ മക്കയിലേക്ക് പോയിട്ട് ഉംറ ചെയ്തിട്ട് മദീനയിലേക്ക് വന്നവരോ ഇവിടെ നിന്ന് പോകുന്നതായ വേളയിൽ അല്ലെങ്കിൽ മദീന സ്ഥിരതാമസക്കാരായ എന്റെ ക്ലാസ് മെമ്പർമാരായ സഹോദരന്മാരോ ഹജ്ജിന് വേണ്ടി ഉദ്ദേശിക്കുകയാണെങ്കിൽ ആരും കൃത്രിമം കാട്ടരുത്, ആരും കണ്ണിൽ പൊടിയിടരുത്. റബ്ബിന്റെ മുമ്പിലേക്കാണ് പോകുന്നത്. ഗവൺമെന്റ് അനുവദിച്ച രൂപത്തിൽ അനുവാദം കിട്ടിയാൽ പോയാൽ മതി, അനുവാദമില്ലാതെ പോകേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? ഗവൺമെന്റ് ഇവിടെ നിബന്ധന വെക്കുന്നത് ഇസ്ലാമിക ഗവൺമെന്റാണ്, മുസ്ലിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, ഹാജിമാരുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഒരാള് 2 ആള് 10 ആളെന്ന് പറഞ്ഞ് പോകാൻ ആരംഭിച്ചാൽ അത് ലക്ഷമാകുന്നു, മില്യനാകുന്നു. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയുടെ അകത്തിൽ നിന്നിട്ട് പോകുന്നവരുടെ എണ്ണം തന്നെ കൊല്ലം പ്രതി മില്യണിൽ പരമാണ്. അങ്ങനെ മില്യണിൽ പരമാകുമ്പോൾ കൺട്രോൾ ചെയ്യാൻ പ്രയാസമുണ്ട് എന്നതുകൊണ്ടാണ് നിബന്ധന വെക്കുന്നത്. അതുകൊണ്ട് കൂട്ടമായിട്ട് കൊല്ലം പ്രതി ഇവിടെ സ്ഥിരം താമസിക്കുന്നവർ ഹജ്ജ് ചെയ്തോളണമെന്നില്ല. ഇനി കൂടുതൽ കാശുണ്ടെങ്കിൽ, കൂടുതൽ സൗകര്യമുണ്ടെങ്കിൽ 5 വർഷത്തിലൊരു പ്രാവശ്യം ചെയ്താൽ മതി. അല്ലെങ്കിൽ ഗവൺമെന്റ് നിർണയിക്കുന്ന ഉദ്യോഗസ്ഥന്മാരായി പോകുമ്പോൾ അങ്ങനെ പോയാൽ മതി എന്നാണ് എനിക്കും ഉപദേശിക്കാനുള്ളത് ഈ വേദിയിൽ, ഈ നാട്ടുകാരോടും ഇവിടെ താമസിക്കുന്നവരോടും. അപ്രകാരം ഇവിടെ ഹജ്ജിന് വേണ്ടി വന്നവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് പുറപ്പെടുന്നതായ വേളയിൽ അവർ ഈ വിശുദ്ധ മദീനയിൽ നിന്നിട്ട് അവർ താമസിക്കുന്ന സ്ഥലത്ത് വെച്ച് കുളിച്ച് ശുദ്ധീകരിച്ച് വസ്ത്രം ധരിച്ച് ഇവിടെ നിന്ന് പുറപ്പെടാം.
ഹൈദുള്ളവരാണ് സ്ത്രീകളെങ്കിൽ, നിഫാസുള്ളവരാണ് സ്ത്രീകളെങ്കിൽ അവരും അവരുടെ മെൻസസ് ഒഴിവാവട്ടെ എന്ന് കാത്തു നിൽക്കലോ, മെൻസസോടുകൂടി കുളിക്കാതെ നിയ്യത്ത് ചെയ്യാതെ പോകലോ അരുത്, പാടുള്ളതല്ല. അവര് അതോടൊപ്പം തന്നെ റസൂൽ പഠിപ്പിച്ചതുപോലെ അസ്മാ ബിൻത് ഉമൈസ് അബൂബക്കർ സിദ്ദീഖിന്റെ ഭാര്യ മദീനയിലുള്ളതായ മീഖാത്തിന്റെ പരിസരത്തിൽ വെച്ചിട്ട് അവർക്ക് പ്രസവമുണ്ടായി. അപ്പോൾ ജനങ്ങൾക്കെല്ലാം വിവരം കിട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കേസ് വന്നതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഫത്വ വന്നു, റസൂലുള്ളാഹിന്റെ കൽപ്പന വന്നു. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് വരുന്ന വഹി അനുസരിച്ചാണെന്ന് പറയേണ്ടതില്ല, പറഞ്ഞറിയിക്കേണ്ടതില്ല. കാരണം നബിയോട് കൂടെ തന്നെയാണ് ജിബ്രീൽ അലൈഹിസ്സലാം. അങ്ങനെ റസൂലുള്ളാഹി പറയുകയുണ്ടായി, അസ്മായെ എന്ത് വേണം? കുളിക്കണം, ഭദ്രമായി കെട്ടണം, ഇഹ്റാമിൽ പ്രവേശിക്കണം. ഇഹ്റാമില്ലാതെ ഈ മീഖാത്ത് വിട്ടു കിടക്കാൻ പാടുള്ളതല്ല. കാരണം റസൂൽ നിർണയിച്ച ഇഹ്റാമിന്റെ മീഖാത്തിന്റെ സ്ഥലം അത് ഹുന്ന ലഹുന്ന വലിമൻ അതാ അലൈഹിന്ന മിൻ ഗൈരി അഹ്ലിഹിന്ന മിമ്മൻ അറാദൽ ഹജ്ജ അവൽ ഉംറ. ഹജ്ജോ ഉംറയോ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഒരാൾ ഈ മീഖാത്ത് വിട്ടു കിടക്കുന്നതെങ്കിൽ ആ മീഖാത്ത് വിട്ടു കിടക്കുന്നതിന് മുമ്പ് ഇഹ്റാമിൽ പ്രവേശിക്കാതെ പോകാൻ പാടുള്ളതേ അല്ല. പ്രവേശിച്ചു കഴിയുമ്പോൾ എങ്ങനെയാണ് പ്രവേശിക്കേണ്ടത്? വാസനദ്രവ്യം പൂശുക, വസ്ത്രത്തിലല്ല, ശരീരത്തിൽ വാസനദ്രവ്യം പൂശാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് കുന്തു ഉതയ്യിബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിഇഹ്റാമിഹി ഖബ്ല അൻ യുഹ്രിമ വലിഹല്ലിഹി ഖബ്ല അൻ യതൂഫൽ ബൈത്ത്. ആയിഷ പറയുന്നു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് വാസനദ്രവ്യം പൂശി കൊടുക്കാറുണ്ടായിരുന്നു. അവർ ഇഹ്റാം കെട്ടാൻ വേണ്ടി, ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ്, അപ്രകാരം തന്നെ വിശുദ്ധ കഅബയിൽ തവാഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കല്ലെറിഞ്ഞു കഴിഞ്ഞ് അവിടെ അറത്ത് കഴിഞ്ഞ ശേഷമുള്ള ആ തഹല്ലുലായി കഴിഞ്ഞപ്പോൾ ഞാൻ വാസനദ്രവ്യം പൂശിക്കൊടുത്തു എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ നമ്മുടെ ഉമ്മ പറയുന്നു. അങ്ങനെ വാസനദ്രവ്യം നമുക്ക് ശരീരത്തിൽ പൂശിയ ശേഷം നാം എന്ത് ചെയ്യുക? അവിടെ ഒരു നമസ്കാരം നടക്കുന്നുണ്ടെങ്കിൽ ആ നമസ്കാരം ഇല്ലെങ്കിൽ നിങ്ങൾ മീഖാത്തിലുള്ള പള്ളിയിൽ കയറിയാൽ തഹിയ്യത്ത് നമസ്കാരം, അല്ലെങ്കിൽ ഒതു പിടിച്ച ഉടനെ നമസ്കരിക്കാൻ പറ്റുന്ന സമയമാണെങ്കിൽ ഒതുവിന്റെ ശേഷമുള്ള 2 റക്അത്ത് നമസ്കാരം വിരോധമില്ല. എന്നല്ലാതെ ഇഹ്റാമിന്റെ പേരിൽ മാത്രം ഒരു നമസ്കാരമുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. ഈ രൂപത്തിൽ ഒരാൾ നമസ്കരിക്കുന്നത് നല്ലതുമാണ്, തെറ്റുമില്ല. അങ്ങനെ നമസ്കാരാനന്തരം ഏതെങ്കിലും നമസ്കാരാനന്തരമായിരിക്കൽ നല്ലതല്ല എന്ന് പണ്ഡിതന്മാർക്ക് നിഗമനമുണ്ട്. കാരണം നബി ഇഹ്റാമിൽ പ്രവേശിച്ചത് നമസ്കാര ശേഷമാണ് എന്നതുകൊണ്ട്. പക്ഷേ നബി പ്രവേശിച്ചത് ഫർളായ നമസ്കാര ശേഷമാണെന്ന് മാത്രം. അങ്ങനെ നാം തൽബിയത്ത് ചെല്ലുക റസൂലുള്ളാഹി പഠിപ്പിച്ചതുപോലെ. ഹൃദയത്തിൽ കരുതേണ്ട ശൈലി നവൈതുൽ ഉംറത, ഞാൻ ഉംറയെ കരുതി, വഅഹറംതു ബിഹാ ലില്ലാഹി തആല, ആ ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം കെട്ടുകയും ചെയ്തു അല്ലാഹുവിന് വേണ്ടി മാത്രം. ഇത് ഹൃദയത്തിൽ അങ്ങനെ കരുതുക. തൊള്ള കൊണ്ട് പറയുക ലബ്ബൈക ഉംറതൻ, ഉംറയ്ക്ക് വേണ്ടി ഞാനിതാ തൽബിയത്ത് ചൊല്ലി റബ്ബേ എന്ന്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അത് മുതൽ പിന്നെ ലബ്ബൈക് എന്ന തൽബിയത്ത് പൂർത്തിയാക്കി ചൊല്ലിക്കൊണ്ടേ ഇരിക്കുക. ഇതോടുകൂടി നീ ആള് മാറി റബ്ബിന്റെ വീക്ഷണത്തിൽ. അവിടെ പ്രത്യേകം കുറിപ്പുകൾ വന്നു, റിക്കാർഡുകൾ വന്നു, വീക്ഷണങ്ങൾ വന്നു റബ്ബിന്റെ ഭാഗത്തിൽ നിന്നിട്ട്. മുഹറമാത്തുകൾ, ഹലാലായ കാര്യങ്ങൾ നിനക്ക് ഹറാമായി. ഏതുപോലെ നീ തക്ബീറത്തുൽ ഇഹ്റാം എന്ന രൂപത്തിൽ, തക്ബീറത്തുൽ ഇഹ്റാം എന്ന പേരിൽ നീ നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിക്കഴിഞ്ഞാൽ നിനക്ക് പിന്നെ പല ഹലാലായ കാര്യങ്ങൾ നിനക്ക് ഹറാമായല്ലോ. അപ്രകാരം തന്നെയാണ് ഞാൻ നാളത്തെ നോമ്പ് പിടിക്കാൻ കരുതി എന്ന് പറഞ്ഞു കഴിഞ്ഞ് അന്നേത്തെ പ്രഭാതമായി കഴിഞ്ഞാൽ, അന്നേത്തെ സുബഹി ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഹറാമായ പലതും ഹലാലായ പലതും ഹറാമാകുന്നു. അപ്രകാരം തന്നെ അള്ളാന്റെ ഹുർമാത്തുകളെ ആദരിക്കുന്ന ആൾ, അത് അള്ളാന്റെ അടുക്കൽ വളരെ നന്മയുള്ള കാര്യമാണ്. ഇപ്പോൾ നീ അള്ളാഹുന്റെ ഹുർമാത്തുകളെ ആദരിക്കുന്നതായ കസ്റ്റഡിയിൽ കടന്നു കഴിഞ്ഞു. നിന്റെ പേര് തന്നെ മുഹരിം എന്നാണ്, നീ ധരിക്കുന്ന വസ്ത്രത്തിന്റെ പേര് ഇഹ്റാം എന്നാണ്, നീ പോകുന്ന ഭൂമിയുടെ പേര് ഹറം എന്നാണ്, നീ ഇഹ്റാം കെട്ടിയ മാസത്തിന്റെ പേര് മുഹറമാത്തുകളായ മാസം എന്നാണ്. ഏതായാലും സംസാരക്കുന്നിന്റെ മുകളിൽ തേന്മഴ വർഷിച്ചതുപോലെ നീ പവിത്രതയുള്ള വ്യക്തിയായി മാറി. നിന്നെ തൊട്ട് കളിക്കാൻ, നിന്നെ കക്കാൻ പാടില്ല, നിന്നെ വഞ്ചിക്കാൻ പാടില്ല, നിന്നെ വശീകരിക്കാൻ പാടില്ല. നിന്നെ വശീകരിച്ചവൻ, നിന്നെ വഞ്ചിക്കുന്നവൻ നേർക്കുനേരെ ഈ മദീനത്തിൽ വെച്ചിട്ട് ആജ്യാരെ വശീകരിക്കുന്ന ആളെ, ആജ്യാരെ കക്കുന്ന ആളെ റസൂലുള്ളാഹി നരകത്തിൽ കറങ്ങുന്നത് കണ്ടുവന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി അസ്ലുൽ ഹദീസ് ബുഖാരിയിൽ കാണാം. അതെ,
ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക എന്നീ തൽബിയത്തിന്റെ വചനങ്ങൾ പൊതുവെ ഒരു മുസ്ലിം യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം പൊക്കമുള്ള സ്ഥലം കാണുമ്പോൾ അല്ലാഹു അക്ബർ, താഴ്വരയിലേക്ക് ഇറങ്ങുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്നൊക്കെ പറയണമെന്ന് ഹദീസിലും ഗ്രന്ഥങ്ങളിലും ഉണ്ടെങ്കിലും നടപ്പാക്കുന്നവർ കുറവാണ്. ഇനിയെങ്കിലും ഹജ്ജിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂല് ഹജ്ജിന് പോയതായ രംഗങ്ങട്ട് ഓർത്തിട്ട് ഇങ്ങനെ റസൂലുള്ള ഇടയ്ക്കിടെ പറയുന്ന ശൈലികളൊക്കെ ചില വീടുകളിൽ കാണുന്നു. ഇബ്രാഹിം ഹജ്ജ് ചെയ്യും പോലെ, മൂസ ഹജ്ജ് ചെയ്യുമ്പോൾ തൽബിയത്തിൽ പോയ പോക്ക് ഞാൻ കാണും പോലെ, ഇത് നിങ്ങൾക്കും എനക്കും മാത്രം പുത്തനല്ല, പണ്ടുള്ളവർ ചെയ്തിട്ടുണ്ട് ഇത്, അതുകൊണ്ട് നിങ്ങളും അതുപോലെ കാട്ടണം എന്ന് സൂചിപ്പിക്കും പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോകുമ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഇടയ്ക്കിടെ അല്പം വിശ്രമിക്കാമെന്നോ ക്ഷീണിച്ചെന്നോ തോന്നുമ്പോൾ റസൂല് ശബ്ദം പൊക്കാതിരിക്കുമ്പോൾ ചെല്ലു ദൂതരെ തൽബിയത്ത് ജിബ്രീൽ, അങ്ങനെ തൽബിയത്ത് ചെല്ലാൻ ഇങ്ങനെ ഉണർത്തുന്നു. അനസ് പറയുന്നു 50 കിലോമീറ്റർ അകലെ ഏകദേശം ഈ സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങളുടെ ശബ്ദം പോയി. സംസാരിക്കാനാണ് പള്ളിയിലിരിക്കുന്നതെങ്കിൽ അത് അറബികളായിരുന്നാലും വിരോധമില്ല, അവരോട് ദയവ് ചെയ്ത് പുറത്തു പോകാൻ പറയുക. കാരണം ഇത് പള്ളി നമസ്കരിക്കുന്ന വേളയിൽ മാത്രം തുറക്കുന്ന പള്ളിയാണ് എന്നല്ലാതെ മറ്റു വേളയിൽ ഇരിക്കാനുള്ള പള്ളിയല്ല. നമുക്ക് വേണ്ടിയാണ് ഇത് തുറന്നു തന്നിട്ടുള്ളത് ഗവൺമെന്റ്. സഹോദരന്മാരെ, സഹോദരികളെ, അതെ, വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ് ഫൈൻ ഉഹ്സിർതും ഫമസ്തൈസറ മിനൽ ഹജി. നിങ്ങൾ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വഴിയിൽ നിന്നിട്ട് ആക്സിഡന്റ് ആയാൽ സംഭവിക്കാതിരിക്കട്ടെ, നിങ്ങൾ പോകുന്ന ഹജ്ജ് പൂർത്തിയാക്കാൻ പറ്റാതെയായാൽ, നിങ്ങൾ ചെയ്ത ഇഹ്റാം പരിപൂർണമാക്കാതെയായി കഴിഞ്ഞാൽ അവൻ വെറുതെ അങ്ങോട്ട് ഒഴിവാൻ പറ്റുകയില്ല. അള്ളാഹ്ക്ക് വേണ്ടി ഒഴിവാവണം, അള്ളാഹ്ക്ക് വേണ്ടി നഷ്ടപരിഹാരം നൽകി ഒഴിവാവണം. എന്തുകൊണ്ട്? അത്രയും പ്രധാനപ്പെട്ട ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി ഒരു മഹാശക്തന്റെ കൽപ്പന അനുസരിച്ചിട്ടുള്ള പോക്കാണ്. അതുകൊണ്ട് വലില്ലാഹിൽ മസലുൽ അഅ്ലാ, അല്ലാഹുവിനോട് ഒന്നിനെയും ഏതിനെയും എപ്പോഴും എന്തിനേയും ഉദാഹരണപ്പെടുത്താൻ പറ്റുന്നതല്ല. ഉദാഹരണപ്പെടുത്താൻ പറ്റുന്നത് കൊണ്ടും പറയുന്ന ഉദാഹരണമെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോട് ഞാൻ ഇത്രാം തീയതി എത്തുമെന്ന് ഇവിടുന്ന് ടെലിഗ്രാം ചെയ്തു, അല്ലെങ്കിൽ മൊബൈലിൽ സംസാരിച്ചു, എന്നിട്ട് പ്ലെയിൻ ടിക്കറ്റ് ക്യാൻസലായി, പിറ്റേത്തെ ദിവസത്തിലേക്ക് നീക്കി വെച്ചു. നിങ്ങൾ എന്ത് കാട്ടും? വീണ്ടും ഒരു ഫോൺ, എന്താണ്, ഞാൻ വരുന്ന തീയതി മാറിയിരിക്കുകയാണ്, ആ തീയതിയിൽ നിങ്ങൾ എന്നെ സ്വീകരിക്കാൻ വേണ്ടി എയർപോർട്ടിലേക്ക് വരരുത് എന്ന് പറയും. അത് മനുഷ്യ സഹജമായി നാം കാട്ടുന്ന മര്യാദയാണ്. എന്നിരിക്കുമ്പോൾ രാജാതിരാജനായ ജബ്ബാറായ ഖഹാറായ മാലിക്കുൽ മുലൂക്കായ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുവിനോട് ഇതാ ഞാൻ വരാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് ആ മഹാ ഇബാദത്തിലേക്ക് പ്രവേശിച്ച ശേഷം എന്തെങ്കിലും തടസ്സം വന്നുകൊണ്ട് പോകുന്നില്ലെങ്കിൽ അദബും മര്യാദയും റബ്ബിന്റെ മുമ്പിൽ കാട്ടാൻ വേണ്ടി, റബ്ബിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി സൃഷ്ടികൾ ചെയ്യുന്ന പ്രധാന ഇബാദത്തുകളിൽ പെട്ടതാണ് വനുസുഖി, എന്റെ നേർച്ച വഴിപാടുകൾ, എന്റെ അറവുകൾ, അത് അല്ലാഹുവിന് വേണ്ടി അറക്കണം എന്നതാണ് റബ്ബ് പറയുന്നത്. فإن أحصرتم فما استيسر من الهدي ولا تحلقوا رؤوسكم حتى يبلغ الهدي محله. നിങ്ങൾ ഹജ്ജിന് വേണ്ടി ഇവിടുന്ന് പുറപ്പെടുമ്പോൾ, നിങ്ങളുടെ കൂടെ ഉംറയ്ക്ക് വേണ്ടി പുറപ്പെടുമ്പോൾ, നിങ്ങളുടെ കൂടെ അറക്കാൻ കൊണ്ടുപോകുന്ന സാധനം കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് കളയരുത്? മക്കത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ തഹല്ലുലാവരും തവാഫും സഅയും ചെയ്ത് കഴിഞ്ഞാൽ അറക്കുന്ന സാധനം കൂടെയുള്ളവർ, അഥവാ ഹജ്ജും ഉംറയും ഒന്നിച്ചിട്ട് തവാഫ് ചെയ്യുന്ന ഹജ്ജും ഉംറയും ഒന്നിച്ചിട്ട് നിയ്യത്ത് ചെയ്യുന്ന കാരിനായിട്ട് ഇറാൻ കെട്ടുന്നവരുടെ ശൈലിയാണ് എന്നാണ് നമുക്ക് നമ്മുടെ മുഹദ്ദിസുകൾ, നമ്മുടെ സലഫ് സാലിഹ്യങ്ങൾ, നമ്മുടെ ഫുഖഹാക്കൾ പഠിപ്പിച്ച ശൈലി. അങ്ങനെ ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടി ഒന്നിച്ചിട്ട് ഇറാൻ കെട്ടുന്ന വിഭാഗം, കൂടെ അറക്കുന്ന സാധനം കൊണ്ടുപോകുന്ന വിഭാഗമാണ്. ആ വിഷയം ആ രൂപത്തിൽ ഞാൻ ഇവിടെ നീട്ടിപ്പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്റെ സദസ്സിൽ നിന്നിട്ട് ബഹുഭൂരിപക്ഷം ഹജ്ജും ഉംറയ്ക്ക് വേണ്ടി മാത്രം ഇഹ്റാം കെട്ടിപ്പോകാൻ ഉദ്ദേശിക്കുന്നവരാണ് എന്നതുകൊണ്ട് ഹജ്ജിന് ഉംറയ്ക്ക് വേണ്ടി മാത്രം ഇഹ്റാം കെട്ടി പോകുന്നവർ മക്കയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് വിശുദ്ധ മസ്ജിദുൽ ഹറാമിലേക്ക് ചെല്ലുന്നു. ആ ചെല്ലുന്ന വേളയിൽ കഅബയെ കണ്ടു കഴിഞ്ഞാൽ പുരുഷന്മാരാണെങ്കിൽ വലതു ഭാഗം ഒഴിവാക്കി ഇടതു ഭാഗം ബന്ധാക്കി അദ്ദേഹം വസ്ത്രം ധരിക്കണം.
സ്ത്രീകൾ അതുപോലെ തന്നെ മുമ്പ് ധരിച്ച വസ്ത്രം തന്നെ. പക്ഷേ സ്ത്രീകൾ ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കുന്ന വേളയിൽ അവർ ആകർഷണീയമായ കളർ ഉപയോഗിക്കുന്നത്, ആ പുരുഷന്മാർ കണ്ടാൽ ഞെട്ടിപ്പോകുന്ന രൂപത്തിലുള്ള കളർ ഉപയോഗിക്കുന്നത് എന്ന് മാത്രമല്ല, ശരീരം തൊടുന്ന ഫിറ്റായ വസ്ത്രവും ധരിക്കരുത്. അപ്രകാരം തന്നെ ലൂസായ ജിൽബാബ് അവർ ധരിക്കണം. മുഖം മറക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല, സുന്നത്ത് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുള്ളത് എന്താണ്? കണ്ണ് മാത്രം പുറത്താക്കിയിട്ടുള്ള നിഖാബ് എന്ന വസ്ത്രം ധരിക്കരുത്. മുഖം മറക്കാമോ? അത് ആയിഷാന്റെ പ്രവർത്തനം കുറിക്കുന്നത് ഭംഗിയുള്ളതായ സ്ത്രീകളും യുവതികളുമാകുന്ന വേളയിൽ പുരുഷന്മാര് വികാര നോട്ടം, വടക്ക് നോട്ടം നോക്കുന്നു എന്ന് കണ്ടാൽ അവർക്ക് മുഖത്തിലേക്ക് അവരുടെ തലയിലുള്ളതായ വസ്ത്രം മാടാം, വസ്ത്രത്തെ താഴ്ത്താം. എന്താണ് പ്രശ്നം? ഇവിടെ തഖ്വയിൽ തഖ്വ, ഭദ്രതയിൽ ഭദ്രത, ഈമാനിന് ഉണ്ടാക്കുന്നതായ ഒരു യാത്രയാണ്. അതിൽ ആ ഭദ്രത പൊട്ടിക്കുന്ന ഒരു പ്രവർത്തനവും, ഒരു നീച നോട്ടവും, ഒരു നീച ചിന്തയും, ഒരു നീച കാഴ്ചയും കാണാൻ പാടുള്ളതല്ല എന്നതുകൊണ്ടാണ് അങ്ങനെ സലഫ് സാലിഹ്യങ്ങൾ പഠിപ്പിക്കാൻ കാരണം. മസ്ജിദുൽ ഹറാമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക നമസ്കാരം നമസ്കരിക്കാനുണ്ടെങ്കിൽ, അഥവാ നിങ്ങൾ ഇശയ്ക്കായിരിക്കും മസ്ജിദുൽ ഹറാമിലേക്ക് എത്തുക. അപ്പോൾ മഗ്രിബിനെ നിങ്ങൾ ഇശയിലേക്ക് ജമാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അസർക്കായിരിക്കും എത്തുക. നിങ്ങൾ ദുഹ്റിനെ അസറിലേക്ക് ജമാക്കിയിട്ടുണ്ട് എങ്കിൽ ആ ജമാക്കിയതായ ഹാജിമാര് അവിടെ എത്തിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് അവരുടെ ഫർദ് നമസ്കാരം നിർവഹിക്കട്ടെ. ഏറ്റവും നല്ലത് തർത്തീബ് അനുസരിച്ച് നിർണ്ണയിക്കലാണ് മസ്ജിദുൽ ഹറാമിൽ നടക്കുന്നത്. അസറാണെങ്കിൽ നിങ്ങൾ ദുഹ്റിന്റെ നിയ്യത്ത് ചെയ്തുകൊണ്ട് അവരുടെ പിന്നിൽ നമസ്കരിക്കുക. അവരുടെ നമസ്കാരം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ അസർ നമസ്കാരം 2 റക്അത്ത് ഖസറായിട്ട് നമസ്കരിക്കുകയും ചെയ്യുക. അപ്രകാരം തന്നെ മഗ്രിബ് ഇശ ആകുമ്പോൾ ചേഞ്ചുണ്ട്, വ്യത്യാസമുണ്ട്. അവിടെ 3, 2, 4 റക്അത്താണ് വരുന്നത്. അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾ അവരുടെ നമസ്കാരം സമാപിക്കാൻ കാത്തു നിന്നിട്ട് നിങ്ങളുടെ മഗ്രിബ് ആദ്യം നമസ്കരിച്ച് പിന്നെ നിങ്ങളുടെ ഇശ 2 റക്അത്ത് നമസ്കരിക്കുക. ഇനി ഇങ്ങനെയുള്ള ഒരു ഫർളായ നമസ്കാരം നമസ്കരിക്കാൻ നിങ്ങളുടെ മുമ്പിൽ ഇല്ലെങ്കിൽ, ഫർള് നമസ്കാരം മുഴുവനും നമസ്കരിച്ചവരാണ് മക്കയിലേക്ക് എത്തുന്നതെങ്കിൽ, നേർക്ക് നേരെ നിങ്ങൾ ചെല്ലേണ്ടത് ഹജർ അസ്വദിന്റെ ഭാഗത്തിലേക്കാണ്. ഹജർ അസ്വദിന് ഇടത് ഭാഗത്താക്കിയും കൊണ്ട് പുതിയ നിയത്തൊന്നും ആവശ്യമില്ല. ഉംറയുടെ തവാഫ് ചെയ്യാൻ ഞാൻ ആരംഭിക്കുന്നു എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ മദീനയിൽ നിന്നിട്ട് ഉംറയ്ക്ക് വേണ്ടി ഞാൻ തൽബിയത്ത് ചൊല്ലി എന്ന് നിയത്ത് ചെയ്തതോടുകൂടി വരാൻ പോകുന്ന അമലുകൾ, ആ ചെയ്യുന്ന അമലുകളുടെ നിയത്ത് അത് ഉൾക്കൊണ്ട് കഴിഞ്ഞു. പ്രത്യേക നിയത്തിന്റെ ആവശ്യമില്ല. അഥവാ ഒരാൾ കരുതിയാൽ തെറ്റുമില്ല. നാം നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി കഴിഞ്ഞാൽ റുക്കോഴ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ റുക്കോഴ് ചെയ്യുന്നു എന്ന് നിയന്ത്രിക്കേണ്ട ആവശ്യമില്ലല്ലോ. മനസ്സിലായില്ലേ? അപ്പോൾ എന്നതുപോലെയാണ് ഈ ഹജ്ജിന്റെ അമലുകളിൽ ഇടയ്ക്കിടെ ഞാൻ ഇന്നത് കാട്ടുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യേണ്ട രൂപം പഠിപ്പിക്കാൻ വേണ്ടി മാത്രം സഫയുടെ മീതെ കയറിയ വേളയിൽ ഞാൻ അള്ളാഹ് തുടങ്ങിയത് കൊണ്ട് തുടങ്ങുന്നു, എന്റെ ഉമ്മത്തുകളെ നിങ്ങൾ ഹജ്ജ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മറുവ കൊണ്ട് തുടങ്ങരുത്, സഫ കൊണ്ട് തുടങ്ങണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് റസൂലുള്ളാഹി അവിടെ ആ വാക്ക് പറഞ്ഞത്. അബ്ദഉ ബിമാ ബദഅ അല്ലാഹു ബിഹി, അള്ളാഹ് തുടങ്ങിയത് ഞാൻ തുടങ്ങുന്നു എന്ന പദം. അതെ, അങ്ങനെ നിങ്ങൾ മക്കയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മസ്ജിദുൽ ഹറാമിൽ കഅബയെ ഇടത് ഭാഗത്താക്കിയും കൊണ്ട് നിങ്ങൾ തവാഫ് ആരംഭിക്കുന്നു. തിക്കും തിരക്കുമുള്ള വേളയിൽ നിങ്ങൾക്ക് ഈ രൂപത്തിൽ വസ്ത്രം ധരിച്ചുവെങ്കിലും പുരുഷന്മാർ ഇഹ്റാമോടുകൂടി പോകുന്നതായ ഏത് പോക്കിലും അവിടെ തവാഫ് ചെയ്യുന്ന വേളയിൽ ആദ്യത്തെ മൂന്ന് നടത്തം സ്പീഡിൽ നടക്കൽ സുന്നത്തുണ്ട്. ഇന്നത്തെ യുഗത്തിൽ അത് പ്രയാസമാണ്. സ്പീഡിൽ നടക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നടക്കേണ്ടതുമില്ല. കഅബം വിട്ട് തവാഫ് ചെയ്യുന്നവർക്ക് ഒരു പക്ഷേ സാധിച്ചേക്കാം. ഹജർ അസ്വദ് കൊണ്ട് ആരംഭിച്ച് ഹജർ അസ്വദിലേക്ക് അവസാനിക്കുമ്പോൾ 7ാമത്തെ കറക്കത്തോടുകൂടി അദ്ദേഹത്തിന് 7 കറക്കമായി തവാഫിന്റെ പരിപൂർണത 2 റക്അത്ത് നമസ്കാരം മഖാം ഇബ്രാഹിമിന്റെ മുമ്പിലാക്കിയിട്ട് എത്ര ബാക്കിലായിരുന്നാലും വിരോധമില്ല. തിക്കിലും തിരക്കിലും പെടാതെ ദൂരെ നിന്ന് 2 റക്അത്ത് നമസ്കരിക്കുക. അതിൽ കുല്ലിയായി കാഫിറുനയും തൗഹീദിന്റെ സൂറത്ത് എന്ന പേരിൽ ഹദീസിന്റെ ഭാഷയിൽ പരിചയപ്പെടുത്തപ്പെട്ടതായ സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. അതിനുശേഷം അവിടെയെല്ലാം പിന്നെ പ്രാർത്ഥിക്കണമെന്ന കാര്യം പറയേണ്ടതില്ല. നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നവരാണ്. തവാഫ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അവരവരുടെ മാതൃഭാഷയിൽ അല്ലാഹുവോട് ചോദിക്കാം. റുക്നുൽ യമാനിന്റെയും ഹജർ അസ്വദിന്റെ ഇടയിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ എന്ന് പറയുക. എന്നിട്ട് അവിടെ നിന്ന് സംസം വെള്ളം നിറയെ നിങ്ങൾ പള്ള നിറയെ കുടിച്ച ശേഷം സഫയിലേക്ക് കയറുക.
ചെല്ലേണ്ട ദിക്റുകൾ ചെല്ലുക. അക്കൂട്ടത്തിൽ തൗഹീദിന്റെ വചനം മറക്കരുത്. പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം, ആരാധന അള്ളാഹ്ക്ക് മാത്രം, നേർച്ച അള്ളാഹ്ക്ക് മാത്രം, ജീവിതം അള്ളാഹ്ക്ക് മാത്രം, മരണം അള്ളാഹ്ക്ക് മാത്രം. ഹൃദയത്തിന്റെ അകത്തിൽ നിന്നുള്ളതായ യഥാർത്ഥ ഭയം അള്ളാഹിനോട് മാത്രം. ഹൃദയത്തിന്റെ അകത്തുള്ള യഥാർത്ഥ സ്നേഹം അതും അള്ളാഹിനോട് മാത്രം. തവക്കുലും ബരമേൽപ്പിക്കലും അള്ളാഹിനോട് മാത്രം. പ്രശ്നപരിഹാരം പറയൽ അള്ളാഹിനോട് മാത്രം എന്ന തത്വം ഉൾക്കൊള്ളുന്നതായ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ സദഖ വഅദ നസറ അബ്ദ ഹസമൽ അഹ്സാബ വഹദ എന്നീ പദപ്രയോഗങ്ങൾ പുസ്തകം നോക്കിയിട്ടാണെങ്കിലും പറയുക. ഇനി അതൊന്നും പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഹജ്ജിന് കോട്ടമില്ല, ഉംറക്ക് കോട്ടമില്ല. പക്ഷേ അറിയുന്നവരും സാധിക്കുന്നവരും അത്തരം കാര്യങ്ങളിൽ വീഴ്ച വരുത്തരുത്. സഫയിൽ നിന്നിട്ട് ആരംഭിക്കുന്നതായ ഈ മറുവയിലേക്ക് എത്തുമ്പോൾ ഒന്ന്, വീണ്ടും സഫയിലേക്ക് എത്തുമ്പോൾ മറ്റൊന്ന്, വഴിമധ്യേ താഴ്വരയിലേക്ക് ഇറങ്ങുമ്പോൾ പച്ച അടയാളം കാണാം. പച്ച അടയാളത്തിന്റെ ഇടയിൽ പുരുഷന്മാർ മാത്രം സ്പീഡിൽ ചലിക്കണം. അവിടെയും ഈ പറഞ്ഞതുപോലെ അറിയുന്ന ഭാഷയിൽ അവരവരുടെ ഭാഷയിൽ വേണ്ടത് അള്ളാഹിനോട് അവർക്ക് ചോദിക്കാവുന്നതാണ്. ഖുർആനും പാരായണം ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഏഴാമത്തെ കറക്കം മറുവയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മറുവയിൽ നിന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? മുതമത്തിയായിട്ട് ഇഹ്റാം കെട്ടിപ്പോയവർ, മുതമത്തിയായിട്ടെന്ന് പറഞ്ഞാൽ ഹജ്ജ് ഉംറയ്ക്ക് വേണ്ടി മാത്രം ഇഹ്റാം കെട്ടിപ്പോയവർ, ഉംറയ്ക്ക് വേണ്ടി മാത്രം ഇഹ്റാം കെട്ടിപ്പോയവർ അവരെന്ത് ചെയ്യണം? അപ്രകാരം തന്നെ. അതിനപ്പുറം പറയണോ? അതെ, ഉംറയ്ക്ക് വേണ്ടി മാത്രം ഇഹ്റാം കെട്ടിപ്പോയവർ. നിങ്ങളൊക്കെ അങ്ങനെയാണല്ലോ അല്ലെ? അല്ലാത്തവരുടെ കൂട്ടത്തിലില്ലല്ലോ. ഉംറയ്ക്ക് വേണ്ടി മാത്രം ഇഹ്റാം കെട്ടിപ്പോകുന്നവർ, അല്ലാത്തവർ മദീനയിൽ സ്ഥിരതാമസക്കാരായ മലയാളികൾ ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സുകളിൽ വന്നാൽ ഹജ്ജിന് മുമ്പുള്ളതായ ക്ലാസ്സുകളിൽ മദീന ടു മദീന എന്ന തലക്കെട്ടിലോ മറ്റോ കുട്ടികൾ സാധാരണ ഇവിടെ പ്രവർത്തകർ സംഘാടകരൊക്കെ ഇവിടെ വിഷയം നിർണ്ണയിക്കാറുണ്ട്. അപ്പോൾ വിശദീകരണം കേൾക്കാം. ഉംറയ്ക്ക് വേണ്ടി മാത്രം ഇഹ്റാം കെട്ടുന്നവര് മക്കയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, മറുവയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ മറുവയിൽ നിന്നിട്ട് ഇപ്പോൾ തഹല്ലുലാവുക. തഹല്ലുലാവാൻ ബേക്കിലുള്ളതായ ബാർബർ ഷാപ്പിൽ പോയിട്ട് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് മുടി മിഷൻ വെക്കുകയോ അല്ലെങ്കിൽ കത്രി കൊണ്ട് മുഴുവൻ വെട്ടുകയോ ചെയ്യുക. സ്ത്രീകൾ തലയുടെ മുടി ഒന്നിച്ച് പിടിച്ചിട്ട് അവസാന ഭാഗം അല്പം വെട്ടുക. എന്നല്ലാതെ മുടി ചില നാട്ടുകാർ കാട്ടുന്ന പോലെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് മാത്രം കട്ട് ചെയ്ത് കൃത്രിമമാക്കരുത്. കട്ട് ചെയ്യുന്നവർ എല്ലാ ഭാഗത്തും കട്ട് ചെയ്യണം, അല്ലെങ്കിൽ മിഷൻ വെക്കണം. ഒരാൾക്ക് മുഹരിമായ ഒരു വ്യക്തിക്ക് അയാൾ തഹല്ലുലാകുന്നതിന് മുമ്പ് തന്നെ മറ്റുള്ളവരുടെ മുടി വെട്ടാവുന്നതാണ്. അതുകൊണ്ട് വിരോധമില്ല. കാരണം അദ്ദേഹത്തിന്റെ മുടിയല്ല വെട്ടുന്നത്, ആചാര്യരുടെ അമലുകളിൽ മുടി വെട്ടലാവട്ടെ അല്ലാത്തതാവട്ടെ മുഹരിമീങ്ങളായ ആൾക്കാർ തന്നെ ചെയ്യണമെന്ന് നിബന്ധനയുണ്ട്. അത് മുടി വെട്ടുന്ന കാര്യത്തിലും പാലിക്കൽ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ അന്ത്യതീരുമാനമല്ല ഈ പറഞ്ഞത്. വിപരീതം മുടിയുടെ കാര്യത്തിൽ പലതും ചെയ്താൽ അത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. കല്ലേറിന്റെ കാര്യത്തിൽ ഏതായാലും ഫുഖഹാക്കൾ അനുവദിച്ചിട്ടില്ല. കല്ലേറ് നാം ഏൽപ്പിക്കുമ്പോൾ അത് കഴിവില്ലാത്തവർക്ക് ഏൽപ്പിക്കാവൂ, കഴിവുള്ളവർക്ക് ഏൽപ്പിക്കാൻ പാടില്ല. സ്ത്രീകളായതുകൊണ്ട് പകരമറിയിപ്പിക്കലുമില്ല, അതേസമയത്ത് സ്ത്രീകളായതോടുകൂടി രോഗികളാണ്, അവർക്ക് 3 ദിവസം കാത്തു നിന്നിട്ട് എറിയാൻ പറ്റുന്നില്ലെങ്കിൽ പകരമറിയിപ്പിക്കുമ്പോൾ ഹാജിമാർക്ക് ഏൽപ്പിക്കാവൂ, അല്ലാത്തവർക്ക് ഏൽപ്പിക്കാൻ പാടില്ല. കാരണം നാം മക്കയിൽ കാണാറുണ്ട്, അറിവില്ലാത്ത മലയാളികൾ 100 ആളോട് ഓരോ ആളിൽ നിന്നിട്ട് 30 റിയാൽ വീതം വാങ്ങിയിട്ട് കല്ലേറിയൽ ഏൽക്കും. എന്നിട്ട് ഒന്നും എറിയലുണ്ടാവില്ല. അള്ളാഹുവിന്റെ ഹിദായത്തിലാകട്ടെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം അത്തരം കാര്യങ്ങൾ. ഇപ്പോൾ മക്കയിലാണ്, നമ്മുടെ ടൈം 3:30 മണി വരെയാണ്. 3:30 മണി കൃത്യമാണ് ബാങ്ക് വിളിക്കുക. 23 ബാങ്ക്. അപ്പോൾ വളരെ ടൈം കുറവാണ്. നാം ഇപ്പോൾ ഉംറ പൂർത്തിയാക്കിയിട്ടേ ഉള്ളൂ. ഹജ്ജ് എന്നാണ് തലക്കെട്ട്. ഉംറ ഹജ്ജിന്റെ ഒരു ഭാഗമാണ് എന്നതുകൊണ്ട് തെളിയിച്ചലാക്കാം. വിഷയം പറഞ്ഞു സമാധാനിക്കാലോ. ഉംറ ഹജ്ജിന്റെ ഒരു ഭാഗമാണ്. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ അവിടെ തഹല്ലുലായ ശേഷം മക്കയിൽ എവിടെയാണ് ഇറങ്ങിയത് അവിടെ താമസിക്കുക. റസൂലുള്ളാഹി കാട്ടിയതുപോലെ
റസൂലും സഹാബാക്കളും തവാഫും സഈയും ചെയ്തിട്ട് തഹല്ലുൽ ആയവരാവട്ടെ ആവാത്തവരാവട്ടെ എല്ലാവരും മക്കയിൽ തങ്ങി. എന്നിട്ട് എല്ലാവരും അവർ ബത്ഹായിൽ തങ്ങി. എന്നിട്ട് തങ്ങിയ സ്ഥലത്തിൽ നിന്നിട്ട് അവർ അവിടെ നിന്നിട്ട് തന്നെയാണ് ഇഹ്റാം കെട്ടിയിട്ട് മിനയിലേക്ക് പോയത്. അന്ന് പ്രത്യേകം ഇഹ്റാം കെട്ടാൻ വേണ്ടിയോ തവാഫ് ചെയ്യാൻ വേണ്ടിയോ മസ്ജിദുൽ ഹറാമിലേക്ക് ഒരു സഹാബിയും വന്നിട്ടില്ല, റസൂലും വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങളാരും അന്നേത്തെ ദിവസത്തിൽ അസീനയിൽ നിന്നിട്ട് മനക്കെട്ടുകൊണ്ട് എന്ത് ചെയ്യരുത്, മക്കയിലേക്ക് തവാഫ് ചെയ്യാനും വദാഇന്റെ തവാഫ് ചെയ്യാനും അറിവില്ലാത്ത ഒരു പ്രചരിപ്പിക്കുന്നതായ ഹജ്ജ് കരിഞ്ചന്തകളിൽപ്പെട്ടതാണത്. അവരെ അല്ലാഹു ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. അങ്ങനൊന്നുമില്ല. എന്ത് ഹജ്ജ് ചെയ്യുന്ന ദിവസത്തിൽ ഹജ്ജിന് ഇഹ്റാം കെട്ടാൻ വേണ്ടിയിട്ട് ഹറമിന്റെ അടുക്കലേക്ക് പോവുക, എന്നിട്ടൊരു തവാഫ് കൂടി ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരാൾ കരുതി പോയാൽ പിന്നെ അയാളുടെ ഹജ്ജ് പൂർത്തിയാക്കാൻ പ്രയാസം ഉണ്ടാവും. കാരണം അന്ന് 3 മില്യണോളം മനുഷ്യന്മാർ മക്കയിൽ ഹറമിന്റെ പരിസരത്തുള്ള ദിവസമാണ് അന്ന്. അന്നത്തെ ദിവസത്തിൽ തവാഫ് ചെയ്യാനോ അതിനൊന്നും നിൽക്കണ്ട. അവരെവിടെ താമസിക്കുന്നു അവിടുന്ന് നവൈതുൽ ഹജ്ജ വഅഹ്റംതു ബിഹി ലില്ലാഹി തആല, ഹജ്ജിനെ ഞാൻ കരുതി, ഹജ്ജിന് വേണ്ടി ഞാൻ അല്ലാഹുവിന് ഇഹ്റാം കെട്ടി എന്ന് ഹൃദയത്തിൽ കരുതിയും കൊണ്ട് ലബ്ബൈക ഹജ്ജതൻ, ഹജ്ജിന് വേണ്ടി ഞാൻ ഇദാ തൽബിയത്ത് ചൊല്ലി റബ്ബി എന്ന് പറഞ്ഞുകൊണ്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക എന്ന് പറഞ്ഞുകൊണ്ട് അന്നേത്തെ ദിവസത്തിൽ മിനയിലേക്ക് ചെല്ലുക. മുൻകൂട്ടി മിനയിൽ കടന്നുപോയവരാണെങ്കിൽ അവർ മിനയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുക. അഥവാ മുൻകൂട്ടി മിനയിലേക്ക് 7-നാണ് പോകുന്നതെങ്കിൽ മുതവ്വിഫീങ്ങളുടെ ബസ്സിന്റെ സൗകര്യാർത്ഥം അങ്ങനെയാണ് നിങ്ങളെ തള്ളിക്കൊണ്ടുപോയതെങ്കിൽ നിങ്ങൾക്ക് 2 രൂപവും കൈകൊള്ളാവുന്നതാണ്. ഒന്ന്, നിങ്ങൾ 7-ന് തന്നെ ഇഹ്റാം കെട്ടി പോവുക, അല്ലെങ്കിൽ മിനയിലേക്ക് എത്തിയ ശേഷം പിറ്റേത് ദിവസം ഉച്ചയാകുന്നതിന് മുമ്പ് മിനയിൽ നിന്നിട്ട് ഇഹ്റാം കെട്ടുക. 2 രൂപവും കൈകൊള്ളാം. മിനയിൽ അങ്ങനെ മിനയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇനി മുതൽ നാളെ രാവിലെ അഥവാ ദുൽഹജ്ജ് മാസം 9-ാം തീയതി രാവിലെ സൂര്യോദയത്തോടുകൂടിയുള്ളതായ ഹജ്ജാർ ചെയ്യുന്ന അമലുകൾ മുഴുവനും ഹജ്ജുമായി ബന്ധിക്കുന്നത് സുന്നത്താണ്. ഹജ്ജുമായി ബന്ധിക്കുന്ന അമൽ എന്താണ്? മിനയിൽ രാപ്പാർക്കുക എന്നതാണ്. പിന്നെന്താണ്? ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശ മിനയിൽ നമസ്കരിക്കുക എന്നതാണ്. അത് എവിടെയെങ്കിലും മുസ്ലിം നിസ്കരിക്കണം. നിസ്കരിച്ചില്ലെങ്കിൽ മുസ്ലിം ആവില്ലല്ലോ. നിസ്കരിക്കാത്തവൻ കാഫറാണെന്നാണ് ഖുർആൻ പറയുന്നത് അല്ലേ? നമസ്കരിക്കണം. പക്ഷേ ഈ 5 നിസ്കാരം മിനയിലാവുക എന്നത് എന്താണ്? സുന്നത്താണ്. മനസ്സിലായില്ലേ? മിനയിലാവുക എന്നത്. അതുകൊണ്ട് ആർക്കെങ്കിലും ദുൽഹജ്ജ് മാസം 8-ാം തീയതി മിനയിലേക്ക് എത്താൻ എന്തെങ്കിലും കാരണം കൊണ്ട് സാധിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഹജ്ജിന് കോട്ടമില്ല, നഷ്ടപരിഹാരം കൊടുക്കേണ്ടതുമില്ല. ഇത് ശ്രദ്ധിക്കണം. കേട്ട് പഴക്കരുത്. എന്ത്? ഹജ്ജിന് അറഫയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള മിനയിലുള്ള രാപ്പാർക്കലാണ് പറഞ്ഞത്. ശേഷമുള്ള രാപ്പാർക്കലല്ല. ആ ശേഷമുള്ള രാപ്പാർക്കൽ വാജിബാണ്. അത് ഉപയോഗിച്ചാൽ അറവുണ്ട്. ഈ സമയം തോന്നുന്നു പറഞ്ഞു പഠിപ്പിച്ചതുകൊണ്ട് ഇപ്പോ ആദ്യ ചോദ്യത്തിന് ഉത്തരം കിട്ടി. ആദ്യത്തെ ചോദ്യത്തിന് മറുപടി കിട്ടിയല്ലോ. രണ്ടാമത്തെ ചോദ്യം എന്താണ്? അജുവൈത്തപ്പഴം വന്നത് ഒരു പ്രത്യേകതയുള്ള ഈത്തപ്പഴമാണ്. സംസം പോലെ സംബന്ധത്തിന്റെ പ്രത്യേകത പലർക്കും അള്ളാഹ് കുടിച്ചാൽ നൽകുന്നു. എന്റെ കുടുംബത്തിൽ തന്നെ ക്യാൻസർ പിടിച്ചവർക്ക് രോഗം മാറിയിട്ടുണ്ട് സംസമിലൂടെ. എനിക്ക് അനുഭവമാണ്. അതുപോലെ ഇവിടെ ധാരാളം പേർക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരു ഫിലിപ്പീനിൽ സംസം കുടിച്ചപ്പോൾ അദ്ദേഹം മുസ്ലിമാകും എന്ന് ശപഥം ചെയ്തുകൊണ്ട് സംസം കുടിച്ചു. ക്യാൻസർ ആയിരുന്നു. ഡോക്ടർമാരെ മെരിക്കുമെന്ന് തീരുമാനിച്ച ശേഷം അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ദഅവത്ത് നടത്തുന്നത് മുസ്ലിമാണ്. അങ്ങനെ എത്രയോ സംഭവങ്ങൾ സംസമിന്റെ പ്രത്യേകതയുണ്ട്. അതുപോലെയാണ് അജുവന്റെയും. എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. ചില കള്ളുകുടിയന്മാരോ ചില നിത്യ കള്ളുകുടിയന്മാരോ അള്ളാഹു വലാത്ത് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളോ 700 ഈത്തപ്പഴം അജുവ തന്നാലും ചിലപ്പോൾ കയറിക്കൊള്ളണമെന്നില്ല ഫലം. അതുകൊണ്ട് ഫലം കിട്ടിയോ ഇല്ലേ എന്നത് പ്രശ്നമോ, ഫലം കിട്ടൂല എന്നൊക്കെ പറഞ്ഞ് പൊതുവാസം പറഞ്ഞ് വെല്ലുവിളിക്കലോ അതൊക്കെ ഹദീസ് നിഷേധികൾ കാട്ടുന്നതാണ്. അവരല്ലാഹു ഹിദായത്തിലേക്കും സന്മാർഗ്ഗത്തിലേക്കും നയിക്കട്ടെ. അങ്ങനെയൊക്കെ ഫലം കിട്ടുന്നത് മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും അങ്ങനെ പറയേണ്ടി വരും. മലക്കുകളിൽ വിശ്വസിക്കൂല, ജിബ്രീലിന്റെ മുമ്പിൽ കാണുന്നത് വരെ എന്ന് പറയുന്നവർക്ക്
മനസ്സിലായില്ലേ? അങ്ങനെ തോന്നിയാസൊക്കെ പറയുന്നതൊക്കെ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ തെറ്റാണ്. അത് അറിവില്ലായ്മയുടെ ഉത്തുംഗർഷത്തിലേക്ക് എത്തിപ്പോയത് വിഭാഗത്തിൽ നിന്നിട്ട് ഉടലെടുക്കുന്നതായിരിക്കുമെന്ന് തോന്നുന്നു. എന്തിന് അറിവില്ലായ്മ? ഹദീസിൽ മാത്രം, എന്നല്ലാതെ മറ്റു കാര്യങ്ങൾ അറിവില്ലായ്മയുണ്ട് എന്നൊരു അഭിപ്രായമില്ല. അള്ളാഹു എല്ലാവരും ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. ബുദ്ധിപൂജ ഒഴിവാക്കൽ അനിവാര്യമാണ് എന്നതാണ് ഹജ്ജ് പഠിപ്പിക്കുന്നതായ പ്രധാനപ്പെട്ട പഠനം. തൗഹീദ് കഴിഞ്ഞാൽ ഹജ്ജ് പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പഠനം എന്താണ്? ബുദ്ധിപൂജ പാടില്ല. ബുദ്ധിക്ക് യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും എറിയന്നെ, ഓടന്നെ, ചാടന്നെ, കുടിക്കന്നെ, കറങ്ങന്നെ, അവിടെ ഒന്നും ചോദ്യമില്ല. കാരണം ബുദ്ധിയെ സൃഷ്ടിച്ച റബ്ബിന്റെ ബുദ്ധിയെ കീഴ്പ്പെടുത്തലാണ് ബുദ്ധി. അതാണ് അള്ളാഹ് ചെയ്യുന്നത് ചോദിക്കപ്പെടുകയില്ല. അവരോടാണ് ചോദിക്കപ്പെടുക. അള്ളാന്റെ വിധിക്ക് നിരൂപണം നൽകുന്ന ശക്തിയില്ല, വ്യക്തിയില്ല. തീർന്നു. അത്തരം കാര്യങ്ങൾ അതേ സ്ട്രോങ്ങിൽ മനസ്സിലാക്കി പഠിച്ച് ഉൾക്കൊള്ളുമ്പോഴാണ് ഇവിടെ ജീവിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിസരത്തിൽ കറങ്ങിയ ആ സഹാബാക്കളുടെ ജീവിതമായി നമ്മുടെ ജീവിതം മാറുക. അപ്പോഴാണ് അവരോടുകൂടി സ്വർഗത്തിൽ പോകാൻ പറ്റുക. അള്ളാഹിന്റെ നിബന്ധന തന്നെ ഖുർആനിൽ, സഹാബാക്കളെ പിൻപറ്റിയില്ലെങ്കിൽ സ്വർഗമില്ല. സഹാബാക്കളെ പിൻപറ്റിയില്ലെങ്കിൽ സ്വർഗമില്ല എന്നാണ്. ഇപ്പോൾ നാം മിനയിലാണ്. 9-ാം ദിവസം ദുൽഹജ്ജ് മാസം സൂര്യോദയത്തോടുകൂടി നിങ്ങൾ പുറപ്പെടുക. എവിടേക്ക്? അറഫയിലേക്ക്. അറഫയിൽ ഇന്നത്തെ യുഗത്തിൽ പെട്ടെന്ന് എത്തുമെങ്കിലും ഔദ്യോഗികമായിട്ട് അറഫയിൽ കടക്കേണ്ട സമയം അത് അന്നത്തെ ദിവസം ദുഹറും അസ്റും ഖസ്റും ജമുമാക്കി അറഫയുടെ പുറത്തുനിന്ന് നമസ്കരിച്ചിട്ട് അകത്ത് കടക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലക്ഷത്തോളം സഹാബാക്കളോടുകൂടി ഹജ്ജ് ചെയ്തപ്പോൾ കാട്ടിയത് മസ്ജിദ് നമിറ എന്ന മസ്ജിദ് ഇബ്രാഹിം എന്നുകൂടി പേരുള്ള പള്ളിയിൽ വെച്ചിട്ട് റസൂലുള്ളാഹി ദുഹറും അസ്റും ഖസ്റും ജമുമാക്കി നമസ്കരിച്ച് മഹാപ്രസംഗം പ്രസംഗിച്ചു. അങ്ങനെയുള്ളതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയാണ് ഔദ്യോഗികമായിട്ട് അറഫയിലേക്ക് അവിടെ അൽ-ഖസ്വ എന്ന ഒട്ടകത്തിന്റെ മീതെ കയറിയിട്ട് അവര് പാറക്കല്ലുകളുടെ മുമ്പിൽ നിന്നു, സഹറാത്തുകളുടെ മുമ്പിൽ നിന്നു. പിൻകാലഘട്ടത്തിൽ അതിന് ജബലു ഇലാലി എന്ന് പേര് വെക്കപ്പെട്ടിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ ജബലുർ റഹ്മ എന്ന് മനുഷ്യന്മാർ പറയാറുണ്ട്. അതിന്റെ യഥാർത്ഥ പേര് ഇലാലി എന്നാണ്. അതിന്റെ താഴെ റസൂലുള്ള നിന്നു, കൈ പൊക്കി പ്രാർത്ഥിച്ചു. എപ്പോഴെല്ലാം താഴെ മീതെയുള്ളതായ വസ്ത്രം വീഴുമെന്ന് കാണുമ്പോൾ ആ വീഴുന്ന വസ്ത്രത്തെ പൊക്കി പിടിച്ചിട്ട് ആ കൈ പൊക്കുന്ന പൊക്കലിന് കോട്ടം വരാതിരിക്കാൻ വേണ്ടി പരിശ്രമിച്ചു. അഥവാ പ്രാർത്ഥനയിൽ മുഴുകി അള്ളാഹിനോടുള്ളതായ സമീപനത്തിലും ബന്ധത്തിലും അള്ളാഹിനോട് ചോദിക്കുന്ന ചോദ്യത്തിലും അത്രമാത്രം ഈ അള്ളാഹിനോടല്ലാതെ ചോദിക്കാൻ പാടുള്ളതേ അല്ല എന്റെ അടിമകളെ എന്ന് അള്ളാഹു കൽപ്പിച്ചതായ ആ കൽപ്പന റസൂലുള്ള നമുക്ക് ഫിറ്റാക്കി കാണിച്ചിരുന്നു. അള്ളാഹുവിന്റെ ആ കൽപ്പന റസൂലുള്ള നമുക്ക് അവരുടെ ജീവിതത്തിൽ ഫിറ്റാക്കി കാണിച്ചിരുന്നു. എന്ത്? ഏറ്റവും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് അള്ള തന്നെ റസൂലിന്റെ നാവിലൂടെ അറിയിച്ചതായ ഏറ്റവും ശ്രേഷ്ഠതയുള്ള പ്രാർത്ഥന അത് അറഫയിൽ ആചാര്യ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണെന്ന് പറഞ്ഞ ആ പ്രാർത്ഥനയിൽ വരേക്കും അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ച് ലോകത്തിന്റെ മുമ്പിൽ ശിർക്ക് ചെയ്യാതിരിക്കാൻ, അള്ളാഹു അല്ലാത്തവർക്ക് ആരാധനകൾ സമർപ്പിക്കുന്ന ഇനങ്ങൾ എന്നിട്ട് രക്ഷപ്പെടാൻ, എന്നിട്ട് ഹിന്ദുക്കളോട് തുല്യപ്പെടാതിരിക്കാൻ, ക്രിസ്ത്യാനികളോട് തുല്യപ്പെടാതിരിക്കാൻ, ഒറിജിനൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊള്ളുന്നവർ ജീവിച്ച് മരിക്കാൻ ട്രെയിനിങ് നൽകുന്നതായ ഒരു ട്രെയിനിങ് കോഴ്സ് കൂടിയാണല്ലോ ഹജ്ജ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി 6 മണിക്കൂർ നേരം കൈ പൊക്കിയിട്ട് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ച് കാണിച്ചെന്നത്. അക്കൂട്ടത്തിൽ റസൂൽ ഇടയ്ക്കിടെ റസൂലുള്ളാഹി പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമുക്ക് കൂടുതൽ പഠിപ്പിച്ചു തന്നത് ഖൈറുമാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി, ഞാനും എന്റെ മുമ്പുള്ള നബിമാരെല്ലാം പറഞ്ഞ പദങ്ങളിൽ ഉത്തമമായ പദം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു ഏകനെന്നും അള്ളാഹ്ക്ക് മാത്രമാണ് ആരാധനയെന്നും അള്ളാഹു ഹയ്യാണ് ഖയ്യൂമാണെന്നും അള്ളാഹിന്റെ പ്രത്യേകതകൾ ഉൾക്കൊള്ളിക്കുന്ന ആ തൗഹീദിന്റെ മറ്റു ഉൾക്കൊള്ളുന്ന പദം പറഞ്ഞിട്ടാണ് അവിടെ റസൂൽ ജീവിച്ചത്. ളുഹ്ർ, അസ്ർ, ഖസ്റും ജമ്മുമാക്കി മുന്തിച്ച് നമസ്കരിച്ച ആചാര്യ അസ്തമാനം വരെ അവിടെ ഉണ്ടാവണം. അസ്തമിക്കുമ്പോൾ അദ്ദേഹം മുസ്ദലിഫയിലേക്ക് പുറപ്പെടണം. എന്നിട്ട് മഗ്രിബ് ഇശ ഖസ്റും ജമ്മുമാക്കിയിട്ട് ഹജ്ജിൽ ഖസ്റും ജമ്മുമാക്കുന്നത് ഈ 2 വേളയിൽ മാത്രമാണ്. ഹജ്ജ് ആരംഭിച്ച ശേഷം ഒന്ന് അറഫയിൽ വെച്ചിട്ട് ളുഹ്റും അസ്റും മുന്തിച്ച് നിസ്കരിക്കുക, മറ്റൊന്ന് മുസ്ദലിഫയിൽ വെച്ചിട്ട് മഗ്രിബും ഇശയും നിസ്കരിക്കുക. എന്നല്ലാതെ മിനയിൽ നിങ്ങൾ താമസിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ ജംഇല്ല, ഖസർ ചെയ്യാം. ജംഇല്ല, ഖസറാക്കാം. ഖസറാക്കുന്ന ആചാര്യ തന്നെ വഴിമധ്യ വെച്ചിട്ട് അദ്ദേഹം തവാഫുൽ ഇഫാദക്ക് വേണ്ടിയിട്ട് മക്കയിലേക്ക് പോകുമ്പോൾ പരിപൂർണമാക്കുന്ന പള്ളിയിൽ കയറിയാൽ പരിപൂർണമാക്കുക, മക്കയിൽ പോയാൽ പരിപൂർണമാക്കി നിസ്കരിക്കുക. മിനയിൽ താമസിക്കുന്ന വേളയിൽ മാത്രമാണ് 4 റക്അത്ത് 2 റക്അത്ത് ആക്കുക എന്നത്. ആ ഹാജിമാർക്കും അല്ലാത്തവർക്കും ഒരുപോലെ എന്നതിനാണ് ശക്തിയുള്ളത് ഹദീസിന്റെ ശൈലിയിൽ നിന്നിട്ട്.
സഹോദരന്മാരെ, സഹോദരികളെ, നിങ്ങളൊന്നും പറയാനല്ലോ. ഇവിടെ അനൗൺസ് ചെയ്യപ്പെട്ടതുപോലെ ഇതൊരു ഇന്നേറ്റ ദിവസത്തിലുള്ളതായ ഈ മനുഷ്യന്റെ ക്ലാസ് ഒരു ക്യാമ്പിന്റെ അല്ലെങ്കിൽ ആഫ്രിക്ക ക്യാമ്പിന്റെ തുടക്കമാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഇതിനുശേഷം അക്ബർ സാഹിബിന്റെയും സക്കരിയ സലാഹിയുടെയും അതുപോലെ പ്രാസീന്മാരുടെയും പ്രവർത്തകന്മാരുടെയൊക്കെ സംസാരങ്ങൾ നടക്കാൻ പോകുന്നുണ്ട് മുമ്പിൽ നിൽക്കുന്നതായ സെന്ററിൽ. അവിടെ നമസ്കാര ശേഷം അതിൽ പങ്കെടുക്കണമെന്നായിരിക്കും ഇവിടെ കുട്ടികൾക്ക് പറയാനുള്ളത്. ഞാൻ തന്നെ പറഞ്ഞു കളയുന്നു. പിന്നെ നമുക്ക് നമ്മുടെ വിഷയത്തിൽ ശേഷിക്കുന്ന ഭാഗമാണ് വിശാലമായ ഭാഗം. അത് എന്താണ്? ഹജ്ജുൽ അക്ബർ എന്നതായ ദിവസം. അത് പെരുന്നാൾ ദിവസമാണ്. ഏറ്റവും വലിയ ഹജ്ജിന്റെ അമലുകൾ ഉള്ളത് ആ ദിവസത്തിലാണ്. എല്ലാ കൊല്ലത്തിലും ഹജ്ജുൽ അക്ബർ അത് പെരുന്നാൾ ദിവസമാണ്. അതാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ നിഗമനം. മനസ്സിലായില്ലേ? പിന്നെ ചിലര് അല്ല, ഹജ്ജുൽ അക്ബർ അത് അറഫ ദിവസമാണെന്ന് പറഞ്ഞവരുണ്ട്. പിന്നെ ചിലര് അല്ല, പിന്നെയോ അറഫ ദിവസം വെള്ളിയാഴ്ച ആവുമ്പോഴാണെന്ന് പറയുന്നുണ്ട്. അതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അറഫ ദിവസം വെള്ളിയാഴ്ച ആയാൽ പ്രാധാന്യമുണ്ട് എന്നതിൽ. എന്തുകൊണ്ട്? ഈ അറഫ ദിവസത്തെ കുറിച്ച് തന്നെ റസൂൽ പറയുന്നത് ഖൈറു യൗമിൻ തലഅത് അലൈഹി ശംസു യൗമു അറഫ, സൂര്യൻ ഉദിച്ച ദിവസങ്ങളിൽ ഉത്തമമായ ദിവസം അത് അറഫ ദിവസമാണ്. പിന്നെയോ ഒരാഴ്ചയെ സംബന്ധിച്ചിടത്തോളം ഖൈറു യൗമിൻ തലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ, ഒരാഴ്ചയിൽ സൂര്യൻ ഉദിച്ച ദിവസത്തിൽ ഉത്തമമായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പോൾ പൻസാരക്കുന്നിന്റെ മുകളിൽ തേന് മഴ വർഷതുപോലെ പ്രാധാന്യമുള്ളതാണ് വെള്ളിയാഴ്ചയാണ് എന്ത് വന്നതെങ്കിൽ അറഫ വന്നതെങ്കിൽ. പക്ഷെ പേരിലാണ്, സാങ്കേതിക പദത്തിലാണ് ഈ അഭിപ്രായ വ്യത്യാസം എന്നല്ലാതെ ഇതെന്തല്ല ഭിന്നിക്കാനുള്ള അഭിപ്രായ വ്യത്യാസമല്ല. പേരില്ല എന്ന് മാത്രം. ഹാജിമാർക്ക് ബാങ്ക് വിളിച്ച ശേഷം ഇവിടുന്ന് പുറപ്പെട്ടാൽ റസൂലുള്ളാഹിന്റെ പള്ളിയിലേക്ക് എത്താം. ഞാൻ നിർത്തുന്നു. അറഫയോട് വിട വാങ്ങിക്കഴിഞ്ഞാൽ മുസ്ദലിഫിലേക്ക് എത്തി മുസ്ദലിഫിൽ അപാർത്തു. ആരെങ്കിലും സ്ത്രീകൾക്ക് അർദ്ധരാത്രിക്ക് ശേഷം പോകാമെന്ന അനുവാദമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് സ്ഥലം വിട്ട് രാത്രി പാർക്കൽ ഒഴിവാക്കരുത്, എന്നാൽ അറുത്തു കൊടുക്കേണ്ടി വരും. അറഫയിൽ രാത്രിയും പകലും ഒരുമിച്ച് കൂട്ടാത്തവർക്ക് അറവ് പോലെ മിനയിലും രാത്രി അർദ്ധരാത്രിക്ക് ശേഷം താമസിക്കാത്തവർക്ക് അറവുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പരിശ്രമിക്കണം. പിന്നെ കല്ല് പറക്കൽ എവിടുന്നുമാവാം, വഴിയിൽ നിന്നുമാവാം. 7 എണ്ണം പറക്കുക, എന്നിട്ട് രാവിലെ സൂര്യോദയത്തിന് ശേഷം എറിയുക ജംറത്തുൽ അഖബ എന്ന സ്ഥലത്ത് മാത്രം. പിന്നെ അന്ന് തന്നെ സാധിക്കുമെങ്കിൽ അറക്കുക. നിങ്ങൾക്ക് നിർബന്ധമായ അറവിനെ നിങ്ങൾ മുൻപിച്ചറക്കരുത്. ദുൽഹജ്ജ് 10, 11, 12, 13 അത് ആ ദിവസങ്ങളിൽ മിനയിലോ മക്കയിലോ അറക്കുക, അല്ലെങ്കിൽ കുപ്പണ വാങ്ങുക. എന്നല്ലാതെ മുമ്പ് അറക്കരുത്. ഈ അറവ് അപ്പം തന്നെ അറുത്താലും അറുത്തില്ലെങ്കിലും നിങ്ങൾ കല്ലെറിഞ്ഞു കഴിഞ്ഞ് മുടി വെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ തഹല്ലുലായി കഴിഞ്ഞു. ആദ്യത്തെ തഹല്ലുൽ. എല്ലാം ഹലാലായി പെണ്ണൊഴിച്ച്. പെണ്ണ് ഹലാലായി വേണമെങ്കിൽ വേണം തവാഫ് ചെയ്യണം. ശേഷിക്കുന്നത് തവാഫും സഅയുമാണ്. 3 ദിവസത്തെ രാപ്പാർക്കലും 3 ദിവസത്തെ 3 സ്ഥലങ്ങളിലൂടെയുള്ളതായ കല്ലേറുകളും. അതോടുകൂടി ഹജ്ജ് പൂർത്തിയാകുന്നു. പോയി കഴിഞ്ഞാൽ അള്ളാഹനെ ഭയപ്പെട്ട് ജീവിക്കുക. സ്വീകാര്യമായ ഹജ്ജ് ചെയ്ത് അന്നും പ്രസവിച്ച മക്കളെ പോലെ അറഫയോട് വിടവാങ്ങാൻ അള്ളാഹു നമുക്ക് എവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനിയും ഹജ്ജിന് വേണ്ടി വരുവാനും ഒരു കാര്യം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.